ഹലോ ഗായ്സ്, അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലെത്തി. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്. സുഹൃത്തുക്കളെ, അങ്ങനെ ഞാൻ 4-5 ദിവസത്തിന് ശേഷം എൻ്റെ പ്രിയതമന്റെ അടുത്തേക്ക് മടങ്ങിയെത്തിയിരിക്കുന്നു. എന്ത് തോന്നുന്നു? അതായത് ആകെ ഒരു ശ്മശാന മൂകതയിൽ അതായത് കുറച്ച് ദിവസം ഇങ്ങനെ ചടപട ഫുൾ രാവിലെ വൈകുന്നേരോ ആക്റ്റീവ് ആയിന്നാണ്ട് പിന്നെ നിർജീവായി. അപ്പൊ ഞാൻ മെസ്സേജ് വേഗം പരിപാടിയൊക്കെ തീർത്ത് വരി. എനിക്കൊരു സാധനം കാണിച്ചിട്ടുണ്ട് ബസ്സിലെ. കാലത്ത് മണ്ണിൽ പൂക്കണം. ഓ ഫോട്ടോത്തില് കണ്ടിട്ടുള്ളൂ. ഇനി അപ്പൊ സുഹൃത്തുക്കളെ, നമുക്ക് ഇതാ ഫ്ലവേഴ്സ് എന്നൊരു ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്. സോറി, അവാർഡ് കിട്ടിയിരിക്കുകയാണ്. ബ്ലോഗ് ചെയ്ത് സ്റ്റേറ്റ് അവാർഡൊക്കെ ഇങ്ങനെയൊക്കെ നമുക്കൊരു സ്റ്റേറ്റ് അവാർഡ് അയച്ചു നിൽക്കണേ ഗവൺമെന്റിൽ നിന്നൊക്കെ. അപ്പോൾ മെച്ചുണ്ടല്ലോ ഇത് കച്ചവടം തുടങ്ങി. അപ്പൊ ഗൈസ്, ഇമ്മാക്ക് എല്ലാരും ഓരോന്ന് അയച്ചു കൊടുത്തേക്കണ്. എനിക്ക് കണ്ണൂർക്കാർ എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ്. അപ്പം 5 ആക്കുള്ള പെർഫ്യൂം അയച്ചിരിക്കുന്നു കണ്ണൂരിൽ നിന്നും. എന്താ പേര്? റൈഫ് ഓഫ് സെന്റ്. ഉമ്മച്ചി ഇന്ന് ഗിഫ്റ്റ് പൊറുക്കാൻ ടൈമോളൂ, ഒന്ന് തിന്നാവുന്നുണ്ടാക്കുള്ളേ. ആഫീഫിന് ഒരു സ്നേഹ സമ്മാനം. +2 പരീക്ഷകൾക്കിടയിൽ തൻ്റെ ലൈഫ് സ്ട്രെസ് അടിച്ചു പോയി കണ്ട് ലൈഫ് ബാക്കിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആഫീഫിന് ഒരു സമ്മാനം. അടക്കി ആഫീഫിന് ഫ്ലവേഴ്സ് TV നൽകുന്ന മോസ്റ്റ് പോപ്പുലർ സിംഗർ. ബുൾഗാൻ താടി വെച്ചിട്ടാണ് ഇപ്പൊ +2 എക്സാം എഴുതാൻ പോണേ കേട്ടോ. എന്താ വെച്ചാൽ ടീച്ചർമാരുടെ ഇടയിൽ കുറച്ച് മെച്ചൂരിറ്റി കാണിക്കാൻ വേണ്ടിട്ട് അടുത്തോണ്ടി ഒരുമാതിരി ഉണ്ട്. ഇത് രസമുണ്ട്. ഇത് ഞാനാ കാണാത്ത ഉമ്മച്ചി കണ്ടോ? ഇങ്ങനെ ബാക്കിയുള്ളതൊക്കെ പൊറുക്കി നടക്കാണ്. അടിപൊളിയല്ലേ? ഇപ്പച്ചിയുടെ ഇപ്പച്ചി ഈച്ചു കണ്ടിട്ടില്ലേ? എനിക്കെന്താ പറ്റി? നിനക്കെന്ത് പറ്റിയടാ? എന്താ പറ്റി? എന്നാ ഇവിടുന്ന് എടുക്കാം തമ്മനയില് ഈച്ചു പിടുത്തം വിട്ടു പറഞ്ഞാണ്ട്. എല്ലാരും സങ്കടത്തിലിക്ക. ഇവിടെ എല്ലാരും എന്റെ ചുറ്റിനും സങ്കടത്തിലിക്ക. ഇവിടെ എന്താ പറ്റി പറഞ്ഞാണ്ട്. ആയിഷമാത ഇവിടെ ബാബാ, ആയിഷമാത അവാർഡ് കിട്ടിയപ്പോ തന്നെ നമ്മളെ മറന്നില്ലായിരുന്നോ? ഞാൻ ഇന്നലെ ഇങ്ങോട്ട് വരുന്നത്. കാലത്ത് മണ്ണില് മിന്നണ പൊന്നളിയായൊരു തരകമല്ലേ. ഇങ്ങോട്ട് വരുന്നേ. വരും അങ്ങോട്ട് വരും. വരൂ. 1 വെച്ചാ 10, 10 വെച്ചാ 100. വരൂ ഇങ്ങോട്ട് വരൂ. ഇങ്ങനെ തിരിച്ചുടിക്ക്. എങ്ങനെയുണ്ട്? ഇത് പവനൊന്നുമില്ല. ഇതിൽ ഇത്ര പെർസെന്റേജ് ഉണ്ട് സ്വർണം. ഇത്ര പെർസെന്റേജ് സ്വർണം ഉണ്ട്. ജ്വല്ലറീസ് സ്പോൺസർ ചെയ്യണ ഇത്. എങ്ങനെയുണ്ട് അവാർഡ്? ഇത് കണ്ടിട്ട് ചേച്ചി ഇവിടെ വരി. കണ്ടിട്ട് എന്തിനെ പോലെ തോന്നണത്? എന്തിനെ പോലെ തോന്നുന്നു? എന്താ ഞാൻ പറയാ, അതുണ്ട്. ഇവിടെ വരി. ചേച്ചി ഇതാ പിടിക്ക്. ബെസ്റ്റ് സിംഗർ. ഏറ്റവും സൂപ്പർ ഗായകനുള്ള അവാർഡ് കിട്ടിയാട്ടോ. ആഴ്ചമാത 2 വാക്ക് പറയ്. അതായത് നമ്മളെങ്ങനെ ആക്കി തന്ന ആൾക്കാരോടൊക്കെ 2 വാക്ക് എന്താ നമുക്ക് പറയാനുള്ളത്? 2 വാക്ക് എന്താ ആൾക്കാരോട്? ഇങ്ങനെ ആക്കി തന്ന ആൾക്കാരോട് നന്ദി. നമുക്ക് ഈ അവാർഡൊക്കെ കിട്ടാൻ കാരണം ഓലാണ്. അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. അനുവിന്റെ കഴിവൊക്കെ 2ാമത്. അനുവിന്റെ കഴിവൊന്നുമില്ല. ഇതാ
തന്നന്ന 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 തന്നന്ന. ആ അതെന്താ ചെറുതാണ് ചാത്തുണ്ണി കുട്ടി അവാർഡല്ലേ? അത് ശരി. ഹനാൻഷ. എങ്ങനെയുണ്ട് അവാർഡ്? അവാർഡ് സൂപ്പറാണ്. എത്രാമത്തെ അത്? ഇത് രണ്ടാമത്തെ അല്ലേ? അതല്ല, അത് അങ്ങോട്ട് തന്നെ കൊടുത്തിട്ട് ഓല അതിലൊരു കവറിൽ ഇട്ടിട്ട് പിന്നെ നമുക്ക് കൊണ്ടുത്തരും. ആ അല്ലാതെ ഓൽക്ക് കൊടുക്കണ്ട, അതുപോലെ എടുത്തൊക്കൊന്നുമില്ല. 2026 ബെസ്റ്റ് പോപ്പുലർ സിംഗർ അല്ലേ? ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. എന്താ പറയാനുള്ള എല്ലാവരോടും? എന്താണ് പിന്നെ പറയാനുള്ളത്? എനിക്കുള്ള പിന്നെ എൻ്റെ എഫർട്ടിനുള്ള അംഗീകാരം ആണ് ഫ്ലവേഴ്സ് തന്നത്. അർഹതക്കുള്ള അംഗീകാരം. ഈടെയായിട്ട് പിന്നെ കുറേ നല്ല നല്ല കുറേ പാട്ടുകൾ ഇപ്പോൾ പല ആളുകളും ഈ പറയുന്നതാണ്, എന്താ പറയുക, ഹനാൻ എപ്പോൾ ഒരു ചിറാപുഞ്ചി പാടാണ്, എല്ലായിടത്തും ഒരു പാട്ട് പാടാണ്. ചിറാപുഞ്ചി ആദ്യമായിട്ട് പാടിയോ അവസാനത്ത് പാടിയോ ഇയാണ്, അതാണ് വലിയ രസം. ബാക്കിയുള്ള ആളുകളൊക്കെ മറ്റു പല ആളുകളും പാടി വെച്ച പാട്ടുകളാണ് പാടുന്നത്. ഈ പാട്ട് നീ മാത്രം പാടിയ പാട്ടാണ്. മനസ്സിലായില്ലേ? ആ അപ്പൊ നമ്മൾ അർഹിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം ജെയ്ക്സ് ചേട്ടനും കൂടിയാണ് കേട്ടോ. ജെയ്ക്സ് ബിജോയ് അതാണ് ആ പാട്ടിന്റെ മ്യൂസിക് ഡയറക്ടർ. ജെയ്ക്സ് ചേട്ടനെ ഞാൻ സ്റ്റേജിലേക്ക് ഇതിന്റെ അന്ന് വിളിച്ച് ജെയ്ക്സ് ചേട്ടൻ്റെ ബിഗ് സല്യൂട്ട്. ഒരു താങ്ക് യു. അപ്പൊ ഇനി കൊല്ലം നമുക്ക് താങ്ക്സ് കൊടുക്കാനുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ലിസ്റ്റ് ഇൻഷാല്ലാഹ് കൂടും. അതല്ലേ ഞാൻ പിന്നീട് പറയുന്നതാണ്. മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരോട് പറയാനുള്ളത്, നമ്മളെ പിന്നെ ഇടക്ക് ഇങ്ങനെ എല്ലാവരും പരിഗണിക്കും, നല്ല പാട്ടൊക്കെ ഓലിതൊന്നും കാണില്ല. അല്ല ആരെങ്കിലും ഒക്കെ പറഞ്ഞു കണ്ടൊക്കെ അറിയാതൊക്കെ അപ്പൊ ഇൻഷാല്ലാഹ് നല്ല പാട്ടൊക്കെ തരാൻ പറയണം. വെച്ച് പാട്ടൊക്കെ കൊടുക്കി, അവസരങ്ങൾ കൊടുക്കി. ഇതെവിടെ വെക്കാം? അത് ഇവിടെ വെക്കാം. ഇതിനൊക്കെ അയാളെ നമ്മള് പുതിയൊരു സ്ഥലം ഉണ്ടാക്കും. അല്ലെ ഫ്രിഡ്ജിലൊക്കാം. ഇതിന്റെ ഒരു അരക്കഷ്ണം കിട്ടാൻ പെടുന്ന പാട്. ഇത് മീനല്ല, കിലോന് വാങ്ങാന്. ആഴ്ചമാത്തുണ്ടാക്കിയ ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കണം. അവിടെ എന്താ റെഡി ആണ്? ആഴ്ചമാത്ത നമുക്കൊന്ന് കൂടണം. ഈ അവാർഡ് കിട്ടിയതിന്റെ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് നമുക്കൊന്ന് ആറാടണം. കൂട്ടണേ ഇപ്പൊ ലാസ്റ്റ് ഒരു ദിവസം കൂടിയല്ലോ. ഇനി നമ്മള് വേറെ ഒരു നോമ്പ് വെച്ചാൽ നമുക്ക് അവാർഡ് കിട്ടിയതിൽ എല്ലാവർക്കും ഒരു നോമ്പ്, സന്തോഷത്തിന്റെ ഭാഗമായിട്ട് എല്ലാരും നോമ്പുറപ്പിച്ചു. ഗ്രാൻഡ് പരിപാടിയാവും. അന്ന് നേരത്തെ പോഞ്ഞി അന്ന് എല്ലാരും അവിടെ ഉള്ളവരൊക്കെ ഇങ്ങോട്ട് വിളിച്ച, എന്നിട്ട് ഇവിടെ എല്ലാവരും ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യാം. ഇന്ന് ബിരിയാണി അയച്ചേ? അല്ല വലിയ ചിക്കൻ കോരുന്നുണ്ടല്ലോ. ഭാരതമെന്നാൽ പാരിനടുവിൽ ഞാനും ചേച്ചി എന്താ ചേച്ചി നിക്കി ഒരേതെടുത്ത വീഡിയോ. ഡീൽ. അപ്പൊ ഇനി ഗ്രാൻഡ് നോമ്പറോയ്ക്കാണ് ആച്ചമാത്ത. ഇന്ന് എന്തൊക്കെയുള്ള അമ്മ? പൂവല്ല വരിക? അല്ല പൂവല്ല ഇവിടെ ഉണ്ട്. അല്ല എനിക്കോ ചിക്കൻ ബിരിയാണി ചമ്മന്തി. ഇന്ന് പൊളിക്കൂട്ടോ. ഇന്ന് കുറെ 2 ഐറ്റം ബിരിയാണി തന്നെ ഉണ്ട്. ഇന്ന് വിഷയം വേവിച്ചിട്ടാണ് അതിലിട്ടേ. എയർ ഫ്രൈ അല്ലേ? വേവിച്ചിട്ട് ഇതിലിട്ടതാ. ഒന്ന് ഫ്രൈ പക്ഷെ കട്ടിയായി കിടക്കുവോ? ഇല്ല, സോഫ്റ്റ് ആവും. ഓക്കെ
അയക്ക് എന്തേലും അയക്കുള്ള ഇതുണ്ട് എൻ്റെ അടുത്ത്. അവാർഡ് കിട്ടിയതിൽ എന്താണ് പറയാനുള്ളത്? അവാർഡ് കിട്ടിയതിൽ പ്രമാണിച്ച് 2 വാക്കുതാ. അന്ന് പറഞ്ഞല്ലോ. ആ വ്ളോഗ് അപ്ലോഡ് ആയിട്ടില്ല. ഇതാണ് അപ്ലോഡ് ആകും. അപ്പൊ അത് അപ്ലോഡ് ആവല്ലേ? അത് ചിലപ്പോൾ അപ്ലോഡ് ആവുള്ളൂ. ഒരുപാട് സന്തോഷമാണ്. ഇനിയും വേറൊരു പോയിന്റ് കൂടി പറഞ്ഞു. അതായത് ഓത് വാങ്ങാൻ പോകുമ്പോ എന്താന്ന് പറഞ്ഞാല് രോമം അങ്ങോട്ട് എണീറ്റ് നിന്നു. അത് അല്ല അത് വേണ്ട, അത് ആൾക്കാർ ചോദിച്ചു അഹങ്കാരാണ്. അല്ലെങ്കിൽ കമന്റ് ബോക്സ് മൊത്തം അഹങ്കാരാണെന്നൊക്കെ പറയപ്പെടുന്നു. അല്ല വെറുതെ പറയാം. അതായത് ബാസിലെ ഇവിടുന്ന് കാണുമ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ അവർക്ക് ആ ഫീൽ കിട്ടൂല. ഭയങ്കര ആ വിളിച്ചു പറയല്ലോ, അതൊരു വിഷയം തന്നെയാണ് അല്ലേ? അല്ല ഞങ്ങള് വീഡിയോ എടുക്കാം, കൈ ഇങ്ങനെ വിറക്കുന്നു എടുക്കുമ്പോ. കാരണം ബെസ്റ്റ് നടന് ബേസിൽ ജോസഫ്, ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ഏട്ടൻ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ബേസിൽ സാറിന്റെ കയ്യിൽ നിന്നാണ് അവാർഡ്. അതായത് ഞാൻ പറഞ്ഞ ബെസ്റ്റ് ഡയറക്ടർ ഡൊമിനിക് അരുണ്, ലോകന്റെ ഡയറക്ടർ. ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ ജെയ്ക്സ് ബിജോയ്, തുടരും ലോക ഒക്കെ ചെയ്ത് ജെയ്ക്സ് ഏട്ടന്. ബെസ്റ്റ് നടന് ബേസിൽ ജോസഫ്, ബെസ്റ്റ് നടി അനശ്വര രാജന്. അതായത് ഈ വർഷം മലയാള സിനിമയിൽ തിളങ്ങി ഭരിച്ച ആൾക്കാരില്ലേ, ഓൽക്കാണ് ഈ അവാർഡൊക്കെ കിട്ടണത്. അവിടേക്കാണ് നമുക്ക് ബെസ്റ്റ് സിംഗറിന് നമ്മളെ വിളിക്കുന്നത്. അപ്പൊ അത് എത്ര ഇമ്പോർട്ടൻ്റാ? ബേസിൽ ജോസഫ്. അപ്പൊ ബേസിലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടി. പാവം നമ്മളോട് കുറെ സംസാരിച്ചാണ്. പച്ച പാവ മനുഷ്യന്. ആ സീറ്റിക്ക് ഇരിക്കണേ, ഈ സീറ്റിക്ക് ഇരിക്കണേ, ബാക്കിൽ വന്ന് സംസാരിക്കണേ, മുന്നിൽ വന്ന് സംസാരിക്കണേ. എന്തോ പറഞ്ഞിട്ടോ? നമ്മുടെ നാട്ടിലൊരു ഭാഗ്യം എനിക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് എല്ലാവർക്കും കേളിയും കീർത്തിയൊക്കെ ആയി അല്ലേ? കിട്ടിയാൽ നമ്മുടെ നാട്ടിലില്ലല്ലോ ഇപ്പൊ മറ്റ് എവിടെയില്ല. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് അങ്ങനെ ഒരു പരിപാടി ഫ്ലസ്ക് അടിക്കണ്ട. നമുക്ക് ഫ്ലക്സ് അടിച്ചാലോ? കൂറ്റന്മാരൊക്കാം. അത് കുറച്ച് കൂടി പോകൂലേ? അത് വേണ്ട, അഹങ്കാരാവും. ഫ്ലക്സ് വേണ്ട അങ്ങാടിയിൽ, അതൊക്കെ ഒരു അഹങ്കാരാവും. അത്രക്ക് വേണ്ട അല്ലേ? അവാർഡ് പിടിച്ചു ഇങ്ങനെ നിന്നാലോ? പ്രിയ കൂറ്റന്മാരക്കാരെ, നമ്മളെന്നെ വെക്കാം. ഞങ്ങളെ ഈ നാട്ടിലൊരു ആള് ഇങ്ങനെ ആയത് വലിയ സന്തോഷമല്ലേ? നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് കണ്ടുകൂടെ? ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമായി. ഇങ്ങനെ പോയിട്ട് എല്ലാവർക്കും പണിക്ക് പോണില്ല. ഇനിയിപ്പൊ വിജയിക്കണമെന്ന് ആർക്കും കണ്ടുകൂടെങ്കിലും എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. ആ എല്ലാ നാട്ടിലും അങ്ങനെയാണ്. എല്ലാവർക്കും നമ്മളെ നാട്ടിൽ ഇഷ്ടമാണ്. അതെല്ലാം ഇഷ്ടപ്പെട്ടിട്ട് തന്നെയല്ലേ. ഞാൻ എല്ലാവരും ഭയങ്കര നമ്മളെ നാട്ടിലുള്ള ഇനിയിപ്പോ ഇഷ്ടപ്പെട്ടാലും മൈൻഡ് ചെയ്യൂല, അത് ഇഷ്ടപ്പെട്ടു കാണിക്കൂല. ഒരു മോലിയാര നമുക്ക് ഇവിടെ ഇഷ്ടപ്പെടുക, മറുനാട്ടിലാണ് ഇഷ്ടപ്പെടുക. അത്രയല്ലേ വിഷയം. ശരിയാണല്ലോ. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പോഴോ നമുക്ക് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മളൊരു സ്ഥലത്തേക്ക് അങ്ങോട്ട് പോകണം. അപ്പോൾ അതിന്റെ വാല്യൂ ആർക്ക് മനസ്സിലാവുള്ളൂ? നമുക്ക് മനസ്സിലാവുള്ളൂ. വാല്യൂ എന്താണ് അറിയോ? ഒരു മോലിയാര് നല്ലോണം ബേൽകാരും ആകെ എടുത്ത് മറിച്ചു പറഞ്ഞിട്ട് എല്ലാ മോലിയാരും നമുക്ക് ഇവിടെ പുരുഷത്തില്ലല്ലോ. അതിപ്പോ നാട്ടിലത്തെ മോലിയാരാണെന്നുണ്ടെങ്കിൽ നാട്ടുകാർക്ക് ചിലപ്പോ പറ്റിക്കൊള്ളുന്നില്ല. പുറത്ത് പോകുമ്പോൾ വൻ സ്വീകരണവും. എന്ത് സ്വീകരണം മോലിയാരെന്നൊക്കെ കാട്ടേണ്ടി തന്നെ. നോട്ടുമാല ഇടണ. അപ്പൊ അതാ പറഞ്ഞ അതുണ്ടാവും. സിനിമാർമാരൊക്കെ അങ്ങനെ തന്നെ, എല്ലാരും അങ്ങനെ തന്നെ. അപ്പൊ ആയിഷമാത്ത് ഇത്ര യൂട്യൂബിൽ ഇത്ര സെറ്റ് വരും, നാട്ടുകാർക്ക് ഫുള്ള് എതിർപ്പാണല്ലോ. ഇപ്പത്തെ ആഴ്ചമ്മ അവിടെ പറയാം. സംസുഖാക്കൊക്കെ എന്താ പറയണോ? ആഴ്ചമാത്ത് ഒന്നും വൈറസ് അല്ല. അപ്പൊ
സംസുകാക്കാന്റെ വിചാരം സംസുകാക്കാണ് വൈറസ് എന്നാണ്. പക്ഷെ ആഴ്ചമാത്താണ് വൈറസ്. വൈറൽ എന്നാണ് പറഞ്ഞിട്ടോ. ഞാൻ പൊട്ടിക്കരിസം പോയി പൊട്ടിയിലിങ്ങനെ ഇതൊക്കെ എല്ലാരും കേൾക്കൂലേ. ഇതെല്ലായാലും വരുന്നില്ല. സാറിന് കുടിക്കാൻ ചായയോ അതോ ഗ്യാപ്പിയോ കുടിച്ചിട്ടോ അപ്പോഴേ ഞാൻ ഇങ്ങനെ വഴിയിൽ നിന്ന് ഇറങ്ങിയപ്പോ സൗസ് പറയണു അയച്ചമാത്തിണ്ടോ ഒരു പുരുഷതേനല്ല. അതൊക്കെ സംസുകാക്ക അയച്ചുമാത്താന്റെ അത്ര വൈറസ് അല്ല. അപ്പൊ സംസുകാക്ക അതിന്റെ ഒരു ഇതാണ് കടി ഏത് അതാണ്. അത് ഞമ്മക്ക് വലിയ അംഗീകാരങ്ങൾ വന്നു ചേരുമ്പോ ചില ആൾക്കാർക്ക് നമ്മളെ പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ നമ്മളെങ്ങനെ നിൽക്കാറിയോ ഇങ്ങനെ മുണ്ടിങ്ങനെ മാട്ടക്കി കുത്തിയിട്ട് ആ വിഷയമല്ല കല്ലത്ത് സംസുകാക്ക നിങ്ങളെ പറ്റി ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. സംസുകാക്ക അല്ലെങ്കിൽ ഈ പെരന്നില്ല എന്നൊക്കെ പറഞ്ഞ അയച്ചുമാത്തപ്പോ സൗസ് പറയുന്നതാ ഞങ്ങളൊക്കെ കേൾക്കണം. ഓരോ പറയുന്നതാ ഞങ്ങളെല്ലാരും വന്ന് ചെയ്തുകൊണ്ടുണ്ട്. അതായത് ഷംസുകാക്ക എന്താണോ പറഞ്ഞത് അതേ നമ്മൾ ഇന്നേ വരെ കേട്ടിട്ടുള്ളൂ. അതേ നമ്മൾ കേൾക്കാനും പോണുള്ളൂ. കണ്ടില്ലേ വീടിനൊരു ആവശ്യം വന്നാല് അന്ന് ഇന്നും സംസുകാക്കുള്ളൂ. അതാ പിന്നല്ലേ ആളെ മനസ്സിലായില്ലേ ഈച്ചു നമ്മളെ അഞ്ജനെ. രണ്ടാമത്തെ നാണിക്കുട്ടിന്റെ ഞാൻ അറിഞ്ഞിട്ടന്നല്ലോ നാട്ടിൽ കുട്ടികൾ വന്നല്ലോ. ഷോക്കുണ്ടോ? മനസ്സിലാവില്ല. അല്ല അന്നെ മുടി വരെ അതടുത്ത് മുടിയിൽ വന്നോ? മക്കത്തൊന്നും അങ്ങനെയല്ലേ മൊട്ടടിക്കൂലേ? മക്കത്തൊക്കെ പൊട്ടടിച്ച പെട്ടെന്ന് മുടി വരും. പൈനി പോയി മൊട്ടടിച്ചു. ഇതിന് കറണ്ടില്ലല്ലോ. ഇത് പിടിച്ച് പൈനി പോയി മൊട്ടടിച്ചിന് പോയി. ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ആരാ പറയും? നാണിക്കുട്ടിന്റെ ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ നേരെ പറഞ്ഞേ നാണിക്കുട്ടിന്റെ നുസർത്തിന്റെ രണ്ടാമത്തെ അടുക്കത്ത് നാണിക്കുട്ടിന്റെ കൊറേ വെല്ലും ചെയ്തിരിക്കുന്നു. വെല്ലിട്ടില്ലേ? ഞാൻ മെല്ലിക്കണോ നോക്കിയാണ്. വലിയ കാഴ്ച തോന്നില്ല. ഇവിടെ കാലോളുണ്ട്. അത് മുണ്ടിന്റെയാണ്. ഞാനോ അത് പിന്നെ മുടി പോയിട്ടാണ്. ഞാൻ എത്ര കിലോ കുറഞ്ഞറിയോ? 4 കിലോ. ഈ പള്ളൊക്കെ കണ്ടോ? ഇത് പള്ളല്ല. മുണ്ടിനെ കിട്ടിയത് അങ്ങനെ കണ്ടോ? ആയിക്കൂടെ 8 കോടി ഉറുപ്പിയല്ലേ ബാങ്കിൽ വരുന്നത്. ആയിക്കൂടെ 10 കായ് വരുമ്പോ എന്താ കാട്ടിക്കൂടെ? ഇല്ലോൽക്കാവാ. ഗവൺമെന്റ് സ്കൂളിൽ നമ്മളാണ്ടാക്കണ ഇവിടെ ബാങ്കും പാവങ്ങൾക്കൊരു ലോൺ പറഞ്ഞിട്ടൊരു ബാങ്ക്. പലിശയൊന്നുമില്ല ലോണ്. ഫ്രീ ലോൺ കൊടുക്കുക. തിരിച്ചടക്കണം എന്നൊന്നുമില്ല. അങ്ങനത്തെ ഒരു ബാങ്ക്. നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഗവൺമെന്റ് സ്കൂൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം നമ്മൾ പൈസ വന്നിട്ട് പൈസ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല. അപ്പം നമ്മൾ സ്കൂളുകൾ ഉണ്ടാക്കുക, ആശുപത്രികൾ ഉണ്ടാക്കുക.
വെറുതെ പറഞ്ഞാടാ ചമ്പാത്ത. അങ്ങനെയാണെങ്കിൽ കുറച്ച് തന്നാളാണ്. പിന്നെ ഞാൻ തരലില്ലേ? വലിച്ചെറിയാണ് ഞാൻ കുറച്ച് ഇല്ല വലിച്ചെറിയില്ല, ഞാൻ തരലില്ലേ? എല്ലാവർക്കും ആവശ്യമാണ് പൈസ കൊണ്ട്. ഇതധികം അങ്ങനെ സാധനം വല്ലാത്ത സാധനമാണ്. ആവശ്യമില്ലാത്ത പിന്നെ റിപ്പോർട്ടുകളൊക്കെ തള്ളിവിടുക. തള്ളിവിടും. എന്നാ ആവശ്യമുള്ള കുറേ സംഗതികളുണ്ട്. ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ആഴ്ചമാത്ത എവിടെയാണ്, എന്താണ്, വെറുതെ പറയാം, അത്ര ഇല്ലട്ടാ. വള ഇവിടുന്നാണ് എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ ഉമ്രക്ക് പോണ അതൊന്നും അല്ല ചോദിക്കണേ. പൈസ തള്ളിയത് ആരോ തള്ളിയത് ഇവിടെ പിന്നെ ഇങ്ങനെ കാണുന്നുണ്ടോ? ആര് തള്ളി? ആരാണ് തള്ളിവിടുക? തള്ളിവിടുക ആൾക്കാര്. തള്ളണ ഞങ്ങൾക്ക് അങ്ങനല്ല, ആ ചിന്തനെ ഉള്ളൂ. അങ്ങനല്ല, തള്ളി ആൾക്കാരില്ലേ ഉണ്ടാക്കി പറയാ. ഞാനുണ്ട്, ഏ ഞാനുണ്ട്. എങ്ങട്ട് ഞങ്ങൾ പോകണം. മാണേ അവിടെ ഒരു ദിവസം വരിക്കൊണ്ടേ ക്ലാസ് നാളെ വരുമ്പോ കൊടുത്താൽ മതി. അവിടെ അച്ചാലോ? അവിടെ ചോയ് കാലത്ത് കണ്ണില് മിന്നണ പൊന്നളവായ ഒരു താരകമല്ലേ. ആ കൊണ്ടിക്കോളി അവാർഡാണ് എടുത്തോളി. അവിടെ നമ്മളെ കരമ്പലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കല്ലേ. മേലേക്കര ഫുൾ അറിയണം. ആ ഗൾഫുകാരന്റെ പത്രാസാണെന്നൊന്ന് പറയണം. കൊണ്ടുപോവാ അല്ല, കൊണ്ടുപോയി കൊടുന്നാ മതി. കൊണ്ടുപോയി കൊടുത്തു ചെയ്ത് എന്നിട്ട് മറ്റേ മാത്രം പിടിച്ചിങ്ങനെ അല്ല 2 ദിവസം കഴിഞ്ഞാൽ കൊണ്ടുവരുമോ? എല്ലാരും കാണുകയാണെങ്കിൽ കണ്ടോട്ടെ. അപ്പൊ അങ്ങനെ ആ മുക്കിൽ അങ്ങനെ ആരും വരില്ല. ആരും കുട്ടിമാളും നിങ്ങൾ കാണിച്ചു കൊടുത്താൽ മതി എല്ലാവർക്കും. ധനുവിന് കിട്ടിയതാണ് പറഞ്ഞിട്ട്. എന്നിട്ട് എപ്പോഴേലും നിങ്ങൾ ഫ്രീ ആകുമ്പോൾ കൊടുത്താൽ മതി. കുറച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് നിങ്ങൾ കൊണ്ടുപോയിക്കോളി. അവിടെ ചെതലിടിച്ചും കുറച്ച് കഴിഞ്ഞാൽ. അപ്പം നിങ്ങൾ എടുത്തോണ്ടി. 2 ഫോട്ടോ എടുക്കാണ്ട് അതിൻ്റെ. ആ ആയിക്കോട്ടെ. ആ നല്ല സ്ഥലത്ത് വെക്കണം കേട്ടാ. തളപ്പുമല്ലോ. ആ ഷോക്കേസിൽ നമുക്കൊരു സട കൊടുന്നേക്കാം കേട്ടോ. സുഹൃത്തുക്കളെ എല്ലാവരും ഉഷാറായിട്ട് എന്നാ ഓക്കെ. അല്ല അല്ല ഇന്ന് കൊണ്ടേക്കോളി. ഫോട്ടോ നാളെ എടുത്താലും മതി. ഇതാ വരുമ്പോ കൊടുന്നാ മതി. ചാടാന്നാ മതി. ചാടി പൊട്ടാന്നാ മതി. ആ ഫോട്ടോ എടുക്കാനാകുമ്പോ കൊടുത്താൽ മതി. എന്നിട്ട് നിങ്ങൾ കൊണ്ടേ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ കൊണ്ടേക്കൊണ്ടി. ആയിക്കോട്ടെ. ആ പോണു അത് പോണ സീൻ നല്ല രസം ഉണ്ടാവും. ബസ്സിൽ അവിടുന്ന് കിട്ടും. ഓ അവിടെ നിന്നാ മതി. ഇല്ലേ ഫ്ലവേഴ്സിന്റെ അവാർഡ് ആ പോണ്. ആ ഇതാ പോകുന്നു, ഇതാ പോകുന്നു. ആ ചെമ്മാത്ത ഇത് ഇത്ര ഭംഗി. ആ അതെന്റെ കാറല്ലേ. പാപ്പനും പിള്ളേരും കപ്പ് തൂക്കി. അപ്പൊ നമുക്ക് ആൾക്കാരോട് എന്താ പറയാല്ലേ, ഇത് കിട്ടീന് ഒന്നും കൂടി കുറ്റം പറയണൊക്കെ ഒന്നും കൂടി ഒന്ന് ശക്തിപ്പെടുത്തുക, സ്ട്രോങ് ആക്കാൻ പറയാം. അപ്പോഴേ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ കൂടുതൽ കിട്ടുള്ളൂ. കാരണം ഇന്നെ തെരഞ്ഞെടുക്കാൻ കാരണം ആൾക്കാർ വെറുതെ കുറ്റം പറഞ്ഞപ്പോൾ വലിയ ശ്രദ്ധിച്ചതാണ്. മനസ്സിലായോ? അതുവരെ ആരും മൈൻഡ് ചെയ്തില്ലേ. നമ്മൾ നേരവണ്ണം പോയാൽ ആരും നമ്മൾ മൈൻഡ് ചെയ്യില്ല. നമ്മൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത്, നമ്മൾ ചാരിറ്റി ഒക്കെ ചെയ്ത്, നമ്മൾ ഗുണങ്ങളൊക്കെ സമൂഹത്തിന് ചെയ്താൽ എന്താ ആൾക്കാർ ആരും ഓ നല്ല രീതിയിൽ പോവാ. എത്താ പൊത്തു പറയലേ എന്തെങ്കിലും നമ്മളിപ്പോ എന്തെങ്കിലും സാധാരണ നോർമൽ ഒരു കാര്യം ചെയ്യുമ്പോ അതിൽ നമ്മൾ പോലും അറിയാത്ത തെറ്റുകളൊക്കെ ഉണ്ടാവും. അതിന് നോട്ടീസ് എടുത്തുകൊണ്ട് വീഡിയോ ഇടുക, ഒരു 4 ആൾ 10 ആൾ കൂടി ഇരിക്കുക, ഒരു വട്ടം കൂടി ഇരിക്കുക, ടൈം ഒരു 10 ചില്ലറ ഉണ്ടാക്കുക. കാരണം നേരവണ്ണം ഉണ്ടാക്കല കൈ വിളിക്കില്ല. ബാക്കിയുള്ള ഇങ്ങനെ ഇറച്ചി നിന്നാണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതേമാതിരി അവാർഡുകളൊക്കെ കിട്ടുള്ളൂ. അങ്ങനെയാണ്. അല്ല ഇത് അങ്ങനെ കിട്ടിയല്ലോ കേട്ടോ. പാടിയിട്ട് കിട്ടിയാണ്. ഇനിയിപ്പോ അത് കരുതു വായിച്ചോ. നാളെ മുതൽ വ്ളോഗിലൊക്കെ ഞാനും കുറ്റം പറഞ്ഞിടക്കട്ടെ. പറഞ്ഞുണ്ടാവില്ല. അത് വരി. ശരി ശരി.
അതിലൊക്കെ വെക്കാൻ. ആ ഞാൻ പോയി, എന്നാ ഞാൻ പോവാണ്. ഞാൻ പോവാണ്. അപ്പോൾ സുഹൃത്തുക്കളെ, ഫ്ലവേഴ്സ് TV നക്ഷത്ര ഗോൾഡൻ അല്ല വേറൊരു ഡയമണ്ട്സ് കൂടിയാണ് സ്പോൺസർ ചെയ്തിട്ടാ. പക്ഷേ പേരിട്ടുള്ളല്ലോ സ്വയംവരെ. അപ്പോൾ ഇത് ഞാൻ കൊണ്ടുപോവാണ് എൻ്റെ സന്തോഷത്തിന്. എൻ്റെ സന്തോഷത്തിന് ഞാൻ കൊണ്ടുപോവാണ്. അപ്പോൾ ആഴ്ചമാത്തന്റെ സന്തോഷത്തിന് വേണ്ടി ഈ അവാർഡുമായി ആഴ്ചമ കൊണ്ടുപോകണം. ആഴ്ചമ പോകുന്നു അവാർഡുമായി. കിട്ടാനും ഇൻഷാല്ലാ പ്രാർത്ഥിക്കാം. ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടണം, എന്നിട്ട് ആ ഇതിലെ പോകണം. എനിക്ക് കാണണ്ടേ സ്റ്റേറ്റ് അവാർഡും കൊണ്ട് ആഴ്ചമാത്തം ഇങ്ങനെ പോണത്. ആഴ്ചമാത്തം ഇങ്ങനെ നടന്നാണീ അവാർഡ് കഴിയുമ്പോൾ തൂക്കിയാണ്ട് അങ്ങനെ പിടിച്ചൊന്നും വേണ്ട. ഞാനോ ഇതേമാതിരി തന്നെ പണ്ട് ഇന്ദ്രൻസ് പറഞ്ഞ കേട്ടോ, ഒരു നാഷണൽ അവാർഡ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് പിന്നീട് കിട്ടിയല്ലോ അത്. അതേമാതിരി നമ്മള് സ്വപ്നം കണ്ട എന്തായാലും കിട്ടും. അല്ലേ ഞാൻ ഇവിടെ നോക്കുക തന്നപ്പോൾ ഫ്ലവേഴ്സ് TV പോലും വിചാരിച്ച് കാണൂല ഈ ഒരു അവാർഡ്. ബാക്കിയുള്ള ബേസിൽ ജോസഫിൻ്റെ പരിക്ക് പോയി, അനശ്വര രാജൻ്റെത് പരിക്ക് പോയി, ജയ്ക്സേട്ടൻ്റെതും ഡൊമിനിക്കരുൻ്റെതും ബാക്കിയുള്ള നടന്മാരതും മറ്റേ സിജു വിൽസൻ്റെതും എല്ലാ നടന്മാരതും പരിയിലെത്തി. ഒരു സിംഗറിൻ്റെ അവാർഡ് ഈ ഇടവയിലൂടെ ഇങ്ങനെ ആഴ്ചമാത്ത കൊണ്ട് കിടക്കുന്ന ഒരു സീന് ഫ്ലവേഴ്സ് TV പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല. പാവട്ടോ, അതിന് പൂതിയിലുണ്ടാവില്ല ഇപ്പോൾ കൊണ്ടത് അല്ലേ? എന്നാലും പോണോക്ക് ചെറിയ അവാർഡല്ലേ, മറ്റേ ട്രോഫി പിടിന്ന് വാങ്ങിയ സാധനമല്ല, അത് മത്സരിച്ച് കിട്ടിയാണ്. അതാണ് പോണത്. ട്രോഫി പിടിന്ന് 10 രൂപ എടുത്തല്ല, ഇതുണ്ട് കേട്ടോ. അതിമെന്തോ ഗോൾഡിൻ്റെ എത്ര ഇതുണ്ട്. പൂശിയിട്ട് എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നു എനിക്ക്. കാരണം സ്പോൺസർ ചെയ്യുന്ന ഫുള്ള് ജ്വല്ലറികളാണ്. ഭാരതമെന്നാൽ പാരിനടുവിൽ ഏതൊരവാർഡും വിഷയല്ല, ഈ ഉടുവയിലൂടെ ഊർന്നു നടക്കും ആഴ്ചമാത്ത ഞാൻ. ഭാരതമെന്നാൽ പാരിനടുവിൽ ഏതൊരവാർഡിച്ചു വിഷയല്ല, ഈ ഊടുവഴികളിൽ ഊർന്നു നടക്കും അവാർഡുകാരി ഞാൻ. പോവാ ശരിയായോ? പിന്നെ ആയിക്കോട്ടെ, ഞാൻ പൊളിക്കാം. ഈ ചൂര് ശരിയാക്കി, പിന്നെ അപ്പിന്നിമ നല്ലൊരു കൂലിപ്പണി എടുക്കാണ്ട്, പിന്നെ അന്റിമ കുറഞ്ഞ എനിക്ക് ആ തണുപ്പ് മതി. എനിക്ക് തണുപ്പ് കൂട്ടണ്ട. തണുപ്പല്ല പ്രശ്നം, കുട്ടിയാണ് നിറഞ്ഞിട്ട് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്താൽ അത് ക്ലീൻ ചെയ്യുമ്പോൾ തന്നെയാണ് പവർ കൂടെ. എനിക്കുള്ള പവർ മതി. ഇനി വെറും തണുപ്പാ റൂം. ജലദോഷം അല്ലേ? ഹരിമുരളിയൊക്കെ പാടുമ്പോൾ ആകെ സ്ക്രാച്ച് വരും. AC നന്നായിക്കല്ലേ, ഹരിമുരളി പാടുമ്പോൾ സ്ക്രാച്ച് വരും. ഇതെല്ലാവരും പോണാട്ടോ ഇവിടെ. അവാർഡ് മറ്റേ മേലക്കരലുമേലെ എത്തിട്ടോ. ആഴ്ചമാത കൊണ്ടേക്കണേ, കൊണ്ടുവരാറിക്കണേ. പൂതിക്ക് കൊണ്ടേതാ ആഴ്ചമാതന്റെ പെരയെ കൊണ്ടേ വെക്കാനാവും. താഴത്തു കൂടെ ഇനി എല്ലാരും സ്റ്റാറ്റസ് കാണാം. അത് കുടിച്ചിട്ട് താഴത്തെ പെരക്കാരെയൊക്കെ വ്ളോഗിലല്ലേ? ഇന്നെന്താ സ്പെഷ്യൽ? ഓറഞ്ച് ഫ്രൂട്ട്സ് ഇനത്തിൽ എന്തൊക്കെയാന്നുള്ളത് ബാസിലെ അനക്കുന്നൊരു ബിരിയാണി ഫുള്ളും കേട്ടോ. തിന്നാ കണ്ടിട്ട് ഇടങ്ങാറാണ്, മെലിഞ്ഞു പോയിക്കണില്ല. ഒരു ഫുൾ ബിരിയാണി തൈരും അച്ചാറൊക്കെ കൂട്ടി ആ സ്റ്റൈലിലാണ് തിന്നണം. അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ലേ? ഇന്റെ മുഖം മാറി, കാരണം ഇന്റെ അവാർഡിന്റെ അന്നില്ലേ അന്നത്തെ ഫോട്ടോയിലുണ്ടാ തീരല്ലോ. അന്ന് ഇങ്ങനെ നിക്കണേ. ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളി ഡ്രസ്. ഷെയ്ക്കാ ചേർന്ന് ഷെയ്ഖ് ദർവേഷ്. വീഡിയോ എടുത്ത കെൻസ് ഷെയ്ക്ക്. കെൻസ് ഇങ്ങനെ മാർക്കോലൊക്കെ ഉണ്ണിമുഖന്റെ കയറി പോലെ അതേപോലെ ഡ്രസ് ഫുൾ സ്ലീവ് ഇട്ടതും ഒക്കെ നന്നായി. അങ്ങനത്തെ പരിപാടിക്കൊക്കെ അന്നത്തെ ദിവസം ഒരു ശുഭമംഗളായി.
നല്ല ഡ്രസ് അന്നാ ഉദ്ഘാടനത്തിന് ഇൻസൈഡ് ചെയ്തിട്ട് ആകെ ഇടങ്ങേറേനി. രണ്ടു വാക്ക് പാറി ഗെയിം കളിച്ചാതെ. എന്താ പറ്റി? ഒരു കനം ഒരു തമ്മിൽ എടുക്കട്ടെ. എന്തെങ്കിലും പറ്റി കിടക്കുമ്പോ ഒന്ന് തമ്മിൽ എടുക്കട്ടെ. ഈ കൊറോണന്റെ ഒരു വേറൊരു പതിപ്പാണ്. എന്റെ സ്കൂളിൽ തന്നെ 6 ടീച്ചർമാർക്ക് ഇതേപോലെയാണ്. മെഡോണ സൗണ്ട് പോവുക, കൊല്ലി വേദന, അടി ടാഫിക്ക് റോസനെടുത്ത് അടിക്കോ? അഫീഫിന് സാറടുത്ത് അടിയിട്ടോ. അഫീഫ് ഇവിടെ അതിൽ പോവില്ല. ലെഫ്റ്റിലുണ്ടാവും. അഫീഫ് ഇവിടെ ഇവിടുന്ന് വെച്ചോക്ക്. കുട്ടിന്റെ ഒച്ച ചെറിയ കുട്ടിയായി വന്നാണ്. എന്താ ആകെ ഒച്ചയാണല്ലോ അവിടെ. ഇല്ല എന്റെ മുത്തു വന്നാണി. ബാ 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 ഇല്ല മുട്ടായി എടുത്തു. മുട്ടായി മുട്ടായി എടുത്തു. എടാ നബിലെ മുട്ടായി എടുത്തു. മുട്ടായി എല്ലാം മുട്ടായി. കുഞ്ഞാ ഇക്കാക്കണ്ട്. ഇല്ല ഇക്കാക്കണ്ട്. ഇല്ല കരഞ്ഞ പ്രശ്നം കേട്ടോ. ഈച്ചോ മുട്ടായി എടുത്താണ് എന്റെ കുട്ടിക്ക്. മുട്ടായി ഒറ്റക്ക് കയറി വന്നാവും. ഇല്ല കഴിഞ്ഞു. കഴിഞ്ഞല്ലോ. കൂട്ടുകാർ ഇവിടെ ഉണ്ടല്ലോ. മാഷാഅല്ലാഹ്. ഇല്ല കുഞ്ഞാ. ആടാ നിങ്ങളെപ്പോഴാ വന്നേ? ഇപ്പൊ വന്നിട്ടുള്ളൂ? നിങ്ങളെ പേരെന്താണ്? സൽമാൻ. എൻ്റെ പേരോ? കുഞ്ഞിൻ്റെ പേരോ? ചെറുതിൻ്റെ? ഇവാനോ? എൻ്റെ കുട്ടിക്ക് അറിയില്ലേട്ടാ. എവിടുക്കാണ് എൻ്റെ കുട്ടീൻ്റെ വീട്? ഇങ്ങട്ടാ ആണോ? അവ വീട്ടിൽ പോവാട്ടാ. ഇല്ലേ അതൊന്നും കാട്ടൂല ഞങ്ങളെ. അത് കൂട്ടിലല്ലേ, അത് വെറുതെ കുരക്കുള്ളൂ. കൂട് മാന്തി പൊളിച്ചോ? മാർക്കോ ഇല്ല കുഞ്ഞാ, കഴിഞ്ഞു. നോ പ്രോബ്ലം. ഇക്കാക്കണ്ടോ അപ്പം? പിന്നെന്താ പ്രശ്നം? മുട്ടായി ഉണ്ടടാ. എന്താ ഒന്ന് ഒരു കോൽമുട്ടായി പിടിച്ചാണ് എൻ്റെ കുഞ്ഞി. നീ കരയില്ല കേട്ടോ. പൊട്ടിച്ചേരണോ? പൊട്ടിച്ചേരാ. എന്നാ ഇത് പിടിച്ചാണി. ഇത്ര പണിയുള്ളൂ എന്നിട്ടാ. അപ്പം അതിന്റെ മുത്ത് നണി മുട്ടായി നണി. നബീല് മറ്റേ മുട്ടായി തിന്നോ? നബീലെ മുട്ടായി തിന്നോളിട്ടോ. നല്ല കുട്ടിയല്ലേ? നല്ല കുട്ടിയാണ്ടോ? ഒരു മന്നാണി കാക്കൂന്. ഒരുമ്മ. ഓയ് ഒരുമ്മ കാക്കൂന്. ഒരുമ്മ. ഉമ്മക്കെന്താ പറയലടാ? ഉമ്മക്കെന്താ പറയല് പരിയില്? കിസ്സോ? ആ ഇംഗ്ലീഷാ. ഒരു കിസ് എന്താണ്? എടാ ഓൻ പെരീത്തല്ലേ പറഞ്ഞേ, ഓൻ ബുക്കത്തെ പറഞ്ഞേ. ഉമ്മക്കെന്താ പറയാ? കിസ്. അത് എനിക്കറിയില്ലേ? അത് ശരി. വേഷം കെട്ടെടുക്ക. ഒരവ് എന്നാണ്? സലാം. ഇത് ഷഫ്നന്റെ കുട്ടിയാ?
ആ ഓക്കെ ഓക്കെ ഓക്കെ. കാക്കാക്കന്നെ കുട്ടി മാറിയല്ല. അപ്പൊ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ആടാ ഇതിനാരടാ ചെരുപ്പിട്ട് കൊടുത്തേ? ഒരു ചുള്ളിക്കമ്പെടുത്താ. ഈ ഏട്ടന്മാരാണ് അടിച്ചത്. എത്ര നല്ല ഏട്ടന്മാരുണ്ടായിട്ട് നിങ്ങൾ ചെറുക്കനെ എക്സ്പ്രഷൻ നോക്കി മിച്ചാ ഇങ്ങനെ. ഒരു ചാറ്റ് എടുത്താണ് എല്ലാരും. ആ സ്കൂളിൻ്റെ പോയിനി നോമ്പ് തുറക്കാൻ പോരണോ? ഇഞ്ഞ കണ്ടാ തുറക്കാനോ? ഓൾറെഡി ഫുൾ ഓപ്പൺ ആയില്ല. അപ്പം മുട്ടായി, ഉച്ചക്ക് ചോറ്. ഇന്ന് ഉച്ചക്ക് എന്തേലും ഭക്ഷണം തന്നെ ഉണ്ടേനെ വീട്ടില്? ഉച്ചക്ക് എന്ത് കഴിച്ചു? ചോറും കഞ്ഞി കഴിച്ചു. ഉച്ചക്ക് എന്ത് കഴിച്ചു? കഞ്ഞി. എന്താ കഴിച്ചു ഉച്ചക്ക്? നെയ്ച്ചോറ്. ആ ഉച്ചക്ക് എന്ത് കഴിച്ചു? നെയ്ച്ചോറ് തന്നെ. അപ്പൊ ഒരു വീട്ടിൽ ഞങ്ങള്. അപ്പൊ പിന്നെ അണ്ടൻ ചെത്തിയ എന്നാ കാണട്ടോ. ആ ചെരുപ്പ് ഞാൻ ഇട്ട് കൊടുത്തടാ. തടഞ്ഞു. എടാ ഓൻ വെക്കൂല. എങ്ങനെ പോയാല് ചെരുപ്പ് ഇങ്ങനെ ഇട്ടാല്? ചേക്കാൻ പേരും കാണിച്ചില്ലേ നീ? ഷാനു കഴിച്ചില്ലാവാന് കാത്തുക്കേണ്ടി വരും. ഷാനുന് അന്ന് ബെൻഡപ്പയെ പോന്നാ മതി. ഈച്ചു രക്ഷപ്പെട്ട പോലെ ഈ പ്രശ്ന സമയത്തിന്റെ ഇടയിൽ ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. ബോംബും കാര്യങ്ങളും തലേ ദിവസം ആക്രമണം തുടങ്ങണതിന്റെ തൊട്ട് തലേ ദിവസം നേരെ ഫ്ലൈറ്റ് ഇറങ്ങി ഇവിടെ എത്തി. അന്ന് വൈകുന്നേരം കാര്യങ്ങളാണ് ആക്റ്റീവ്. എന്നോട് പറഞ്ഞു ഞങ്ങൾ 2 ദിവസം ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് വെറുതെ 2 ദിവസം ഇവിടെ നിൽക്കാതെ. ഞാൻ പറഞ്ഞേ വേണ്ട, എനിക്ക് നമ്മുടെ കയ്യിൽ അപ്പം തന്നെ ടിക്കറ്റ് എടുത്താന്ന് പറഞ്ഞു. ഷാനുജുമാണ് നിന്നെ കൂടെ എന്നൊക്കെ പറഞ്ഞു. സൗദി അറേബ്യയിൽ വയ്യാതാരെ അല്ല വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. അല്ല അതിനെന്താ അറിയോ, GCC ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സേഫ് ആണ്. പക്ഷെ എന്നാലും ഇപ്പത്തെ ഒരു സാഹചര്യം യുദ്ധങ്ങളൊക്കെ വന്നാല് ഇനി പ്രശ്നം മാത്രമല്ല ഞാൻ പറയണേ, അവിടെ നിക്കണ്ടേ അതാണ് വെറുതെ കുറെ ചെലവും. ഈ അവിടെയൊക്കെ ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോഴത്തേനും ആൾക്കാര് കുറച്ച് പാനിക്കും. കാരണം എന്താ വെച്ചാൽ ഓലെ എല്ലാ ബിസിനസ്സും പരിപാടിയും ഒക്കെ അവിടെയാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കുന്നു പറയാൻ പറ്റില്ലല്ലോ. സത്യമാണ്. അല്ല അത് നമ്മളെയും ബാധിക്കും. ലോകരാജ്യങ്ങൾ യുദ്ധം ചെയ്താൽ ഇവിടുത്തെ ബിസിനസിനെയും ബാധിക്കും. എണ്ണൊക്കെ ഒരു ഇന്ത്യക്ക് ഒരു മാസത്തിനോടുള്ള സ്റ്റോറേജ് ഉള്ളൂ എന്ന് പറയുന്നത്. ക്രൂഡ് ഓയിലിന്റെ വരെ വന്നു. അത് കഴിഞ്ഞാൽ പിന്നെയും കൂടും. 25 ദിവസം നമുക്ക് കുഴപ്പമില്ല, വില കൂട്ടില്ല എന്നപ്പോ ഇന്നലെ കേന്ദ്ര സർക്കാർ പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോക്ക് തീരും. അപ്പൊ പിന്നെ കൂട്ടേണ്ടി വരും. എന്തൊക്കെയാണ് ചെങ്ങമരങ്ങളെ കാട്ടണത്? അത് എൻ്റെ ചെരുപ്പാണ് അഫീഫേ. എന്ത് സുഖം അറിയോ, എന്ത് സുഖം അറിയത് ഈ ചെരുപ്പോ? ഹുസൈനാണതേ. കൊറേ ആൾക്കാരെ കമന്റ് ബോക്സിൽ ഇറാനത്തെ കമ്പനിയൊക്കെ മരിച്ചല്ലോ, മരിച്ചണം സപ്പോർട്ട് ചെയ്യണവരും എതിർക്കണവരൊക്കെ ഉണ്ടല്ലോ ഇതിനെ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാധിക്കുന്നില്ല എന്തെങ്കിലും ചിന്തിക്കണം. അതായത് എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ലോകരാജ്യങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ അതിൽ കൈയൊട്ടി ചിരിക്കാൻ നിൽക്കണ്ട. കാരണം ഏതെങ്കിലും ഒരു മീറ്റർ പാളി വന്നാൽ പോണ വൈക്കാണ് ചാടിയാൽ നമ്മളും കഴിഞ്ഞു. അപ്പോൾ അത് നല്ലോണം ശ്രദ്ധിച്ചോണ്ടി. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ലോക നേതാക്കന്മാർ പലതും മറച്ചു വെക്കാനാണ് ഇത് ചെയ്യണമെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ അടുത്ത് കുറേ പരിപാടികളോ വല്ലതൊക്കെ ഓണേനി. അപ്പം ഈ ഒരു സന്ദർഭം, ഈ ഒരു സംഭവമൊക്കെ ആൾക്കാരുടെ ഇടയിൽ നിന്നൊക്കെ മാറി നിൽക്കണം. എന്ത് സത്യമല്ലേ? സത്യം പോലെ പറയണം. എന്താ എനിക്ക് മടിയിട്ടുണ്ടോ അതില്? അതെനിക്ക് അറിയാം.
വേറൊരു ഫയല് മിക്കവാറും ബാംഗ്ലൂരൊക്കെ ഓപ്പൺ ആവും ഇങ്ങനെയാണെങ്കിൽ. ബാംഗ്ലൂർ ഫയൽസ്, ബാംഗ്ലൂർ ഡയറീസ് എന്നൊക്കെ പറഞ്ഞു. പൊളിറ്റിക്കൽ ഫയൽസ്. അപ്പം ലോക നേതാക്കന്മാർ ഇതൊക്കെ ചെയ്യണത് അതിനൊക്കെയാണെന്ന് പറയണേ. പിന്നെ ഇപ്പൊ എന്താ പറയാ, ഇറാനെ സംബന്ധിച്ച് ഓലെ മെയിൻ ആള് മരിച്ചു, അപ്പൊ ഓലെ അതിന് പ്രതികരിക്കൂലേ? ശരിയാ. അത്രേ ഉള്ളൂ. നമ്മള് അതേ ഓലെ ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്യല്ല, അവിടെ ഉണ്ടായിരുന്ന നിയമങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യല്ല. അപ്പൊ ആരെങ്കിലും വന്ന് ഇന്ന വെടിവെച്ചു കൊന്ന് നബീൽ അടങ്ങിക്കോ? പ്രതികരിക്കൂലേ? അല്ല ഞാൻ ചോദിക്കട്ടെ, ഒരാള് ഓൻ ചത്തു. ആ വീഡിയോ കുറെ ആൾക്കാർ അല്ലേ അന്ന് തുടക്കത്തിൽ എങ്ങനെയാ അറിയോ? കൈ തരും, കട്ട്ലറ്റ് തരും, സമൂസ തരും, മറ്റേ തരും, പാൽവാക്ക് എടുക്കട്ടെ പ്ലീസ്. അങ്ങനെയുണ്ടോ? എനിക്ക് എന്റെ ഇതൊന്നു അതിനെന്താ ജമാഅത്ത് സ്കരിച്ചാണ്ടേ പോയി. ഞാനൊരു ചോദിക്കട്ടെ, ഇപ്പൊ ഇന്നൊരാള് വേറൊരു ഓപ്പോസിറ്റ് ഗ്യാങ്ങത്തെ ഒരാൾ വന്ന് ഇപ്പൊ എല്ലാവരും നടക്കണല്ലോ ഗ്യാങ് വാറൊക്കെ, ഒരു ഗ്യാങ് വാറിൽ വന്നിട്ട് എന്ത് ചെയ്തു? ഞാനോട് മരണപ്പെട്ടു, തലന്റെ വെടുക്ക് പോയിന്റ് ബ്ലാങ്കിൽ വെടിയാണ് കൊണ്ടിട്ട് ഞാൻ അങ്ങനെ ആയി. ഈ എന്ത് ചെയ്യും? നബീല് എന്നാ എന്റെ ഷർട്ടും പാന്റും ഞാൻ എടുത്തോട്ടെ, അല്ലെങ്കിൽ ഷൂ ഒക്കെ 10 പൈസ പറ്റൂല, വാച്ച് എടുക്കാതെ കണ്ടു ചെയ്യാൻ മതി. എന്നാലും എന്താ പറയാ, എന്ത് ചെയ്യും? ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാ? ആകെ ചെയ്യും എന്തേലൊക്കെ. ഉള്ളൂല്ലേ? അല്ല ആകെ വേണ്ട പോലെ എന്താ കാണാം മരിച്ചിട്ടേ. ചെയ്യാതെ ബാസിൽ എന്ത് ചെയ്യും? നമ്മളെന്താ വിചാരിച്ചപ്പോ ഓപ്പോസിറ്റ് നിൽക്കണോന് അല്ലേ, അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെ ചെയ്യാ, ഞാൻ മാത്രല്ല. എത്ര ശക്തനാണെങ്കിലും കാര്യം നമ്മള് 3 പേരേ ഉള്ളൂ, അത്രേ ഉള്ളൂ. പക്ഷെ മേത്തൊട്ടാ വാരാജേശ്വര പറഞ്ഞേ നമ്മൾ കൊടുക്കാൻ ചെങ്ക കൊടുക്കും, കേട്ടില്ലേ? എന്നിട്ട് ചാവുക. എന്തായാലും മരിച്ചു. എന്തായാലും മരിച്ചു. അപ്പൊ കൈയുടെ വരെ കൊടുത്തിട്ട് മരിച്ച നാട്ടിലെ ഭാഗത്തേക്കേ പോകില്ല. എല്ലാവരും വണ്ടി സ്റ്റാർട്ടാക്കിട്ട് വായക്കാട് പോയിക്കാണ്ട് ഒളിച്ചിരിക്കും നബീല്. ഇതൊക്കെ എന്റെ പകരം ചോദിക്കാൻ പോവും. ബാസിൽ പോകുന്നു. പിന്നെ അതല്ലേ മോൾക്കിട്ട കറങ്ങി വരും. ഇതൊക്കെ നമ്മളെ പേരിലുണ്ടോ? പിന്നെ വേറെ ഒന്നുണ്ട്, നമ്മളിപ്പോ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇറാന്റെ രാജാവ് മരിച്ചപ്പോ ഓല് പ്രതികരിക്കുന്നില്ല പറഞ്ഞല്ലോ. അല്ലേ? ഇറാന്റെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒന്നും വലിയ ഇഷ്ടമൊന്നുമില്ല. എടാ അതെന്താ വെച്ചാല് മൂപ്പര് സ്ത്രീകൾക്കെതിരെ കൊണ്ടുവന്നിട്ട് രാജ്യത്തിന്റെ മാത്രം പഠിച്ചു വന്നേക്കാം. അത് ഞാനല്ല ചോദിച്ചേ, ഓർക്ക് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ലോ അല്ലെ? ഉണ്ടല്ലോ ഞാൻ ഇറാനിലേനല്ലോ. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഓലെ നേതാവ് പറഞ്ഞാൽ ഓർക്ക് പടച്ചോന്റെ വരികയാണ്, അത്ര ഇതിൽ ഓല് കാണുന്ന ആൾക്കാരാണ്. അതാണ് ഓർക്ക് ഇത്ര ഇത്. ഇപ്പൊ നമ്മളെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിന് ഒരാൾ വന്നാല് നമുക്കിപ്പോ പ്രധാനമന്ത്രിന്റെ രാഷ്ട്രീയപരമായിട്ട് കുറെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മളെ മൈൻഡ് എന്താ കാരണം, എന്റെ മൈൻഡ് എന്താ വെച്ചാൽ കജ്ജന മതി ഏത് രാജ്യമാണോ അതിനെ തിരിച്ചടിക്കുക. ഇപ്പൊ നമ്മളെ പ്രധാനമന്ത്രിന് ഒരാൾ വന്നാൽ നമുക്ക് ആ ഒരു വികാരം വരും. അത്രേ ഉള്ളൂ. അവിടെ നമുക്ക് നമ്മളെ പ്രധാനമന്ത്രിയാണ്. ഒരു രാജ്യത്തിനെ അപമാനിക്കണ പോലല്ലേ, ഇത്രയും സുരക്ഷാ ഈസി ആയിട്ട് ഒരാൾ തൂക്കിപ്പോയാല് അത് ഭയങ്കര മാനക്കേടാണ്. പക്ഷേ ഈ എന്റെ അഭിപ്രായത്തിൽ എന്താ വെച്ചാൽ നേതാക്കന്മാര് തമ്മിൽ ഒരു 1v1 ആണ് കളിക്കേണ്ടത്, ജനങ്ങളെ വെച്ച് കളിക്കുന്നത്. അതാണ് ഇതിന്റെ പ്രശ്നം. അതാണ് നമുക്ക് അതിന് സങ്കടം. നേതാക്കന്മാരെന്ത് ചെയ്യാം, നല്ല ഒളിപ്പറയും മറ്റേ ബുള്ളറ്റ് കയറി ചെല്ലാത്ത റൂമുകളും കാറുകളിലൊക്കെ സഞ്ചരിക്കാം. ഞാൻ പറയുമ്പോൾ നേതാക്കന്മാർ തമ്മിൽ ഒരു തോക്കെടുത്തിട്ട് രണ്ടാളും ഇറങ്ങണം. അവിടെ തീരുമല്ലോ. എപ്പോഴത്തെ സാധനം കണ്ടേ, പൊട്ടി നടക്കുമ്പോഴേ ഈ കൈ എപ്പോഴും ഇങ്ങനെ വെക്കണുണ്ടല്ലേ, ഒരു കൈയാണല്ലോ വീശ. അതിന്റെ കാരണം എന്താ വെച്ചാൽ മൂപ്പര് അവിടുത്തെ ഫോഴ്സിലുണ്ടായിരുന്ന വലിയൊരു സ്ഥാനത്തുണ്ടായിരുന്ന ആളാണല്ലോ. അപ്പൊ അത്രയും ട്രെയിൻഡ് ആണ് ആള്. മൂപ്പര് ഈ ലെഫ്റ്റ് ഹാൻഡ് എപ്പോഴും ഗണ്ണെടുക്കാനുള്ള രൂപത്തിലാണല്ലോ ഈ കൈ. അതായത് അത്ര സെക്കൻഡുകൾക്കുള്ളിൽ അത് സത്യമാണല്ലോ അറിയില്ല, ഞാൻ ഒരു ഇതിൽ കണ്ടതാണ്. അത്രയും ട്രെയിൻഡ് ആണെന്നാ പറഞ്ഞത്. പുട്ടിനെ ആരെങ്കിലും തൊട്ടാലേ പുട്ടിൻ കണ്ണെടുക്കേണ്ട ടൈമിന്റെ മുമ്പില്ലേ പുട്ടിന്റെ ഒപ്പല്ലോല് അത് തീർക്കും. അല്ല അത് പറയാം. അതുകൊണ്ടാണല്ലോ മൂപ്പര് ഈ ഒരു സ്റ്റൈൽ ഇങ്ങനെ കീപ്പ് ചെയ്യണത്. പുട്ടിന്റെ പവർ വേറെ തന്നെ അല്ലേ? അതേമാതിരി പുട്ടിന് ലോകരാജ്യം എല്ലാ നേതാക്കന്മാരും വെച്ച് പറഞ്ഞു മേലൊക്കെ നോക്കിക്കോളി, സെൻസർ വർക്ക്. ഇപ്പൊ എന്താ വെച്ചാല് നമ്മളെ ഫോണില് നമ്മൾ എന്താ പറയണത്, നമ്മള് റെക്കോർഡ് ആയി കൊണ്ടുവെക്കുമ്പോ തന്നെ നേതാക്കന്മാർക്ക് ഇതൊക്കെ കിട്ടും. പിന്നെന്താ നമ്മളിതൊക്കെ ചർച്ച ചെയ്യണമെന്ന് വേണ്ടേ ഒരു പരിധി വരെ. കൂടുതലായി ഇറങ്ങിച്ചല്ല. ഇപ്പൊ ഇന്ത്യക്കാർക്ക് വലിയ പ്രശ്നങ്ങളില്ല ഇവിടെ. റഷ്യന്റെ ഒരു ഇത് കണ്ടേ, ഓല രാജ്യത്തിലെ എല്ലാ നേതാക്കന്മാരും സ്ഥാനത്തിലെ ആളുകൾ മരിച്ചാൽ പോലും
ഓട്ടോമാറ്റിക് ആണവായുധത്തിനുള്ള സെറ്റപ്പ് ഉണ്ടല്ലോ. ഡെഡ് ഹാൻഡ് ഡെഡ് ഹാൻഡ് സിസ്റ്റം, അതായത് ന്യൂക്കല്ലേ, ന്യൂക്ലിയർ ന്യൂക്ലിയർ അല്ലേ റഷ്യന്റെ അടുത്തുള്ള ന്യൂക്ലിയർ ബോംബ് ഇടാൻ. ന്യൂക്ലിയർ ബോംബല്ലേ. അതായത് ഓല നേതാക്കന്മാര് ഫുള്ള് പടായാലും എന്ത് ചെയ്യും, ഈ ഡെഡ് ഹാൻഡ് ഓട്ടോമാറ്റിക് വർക്ക് ഇത് ആർക്കും തടുക്കാൻ കഴിയൂല. ഓട്ടോമാറ്റിക് അത് റഷ്യക്കും തടുക്കാൻ കഴിയില്ലല്ലോ. അന്ന് ആലോചിച്ചു ഓരോ ഒറ്റ ബുദ്ധി സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആലോചിച്ച് അത് എവിടുന്നാണോ ഓല നേതാക്കന്മാർ തീർത്തത് അവിടെ പോയിട്ട് ഇവരെ ഫുൾ അതായത് രാജ്യമാണോ ഇതാക്കിയത് അത്രയും അത് സെൻസർ ചെയ്യുന്നു, എന്നിട്ട് ആ രാജ്യത്തിന് തീർക്കാനുള്ള സാധനം ഓലത് റെഡിയാണ് പറഞ്ഞു. അതുകൊണ്ടാണല്ലോ റഷ്യനെയും നോർത്ത് കൊറിയനും ആരും ഗെയിം കളിക്കാത്തത്. ആരും പോലെ വിളിക്കണം ക്ഷണിക്കണില്ലല്ലോ. ഈ കിം ജോങ് ഉന്നാണ് ഇതിൽ ഏറ്റവും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യത്തോടെ മൂപ്പരെല്ലാം പറയണ്ടല്ലോ. മറ്റേ ഇറാൻ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇറാനിലേക്ക് വരാം, ഇബല ആവശ്യം അവിടേക്ക് വരാം. ആവും ഞാൻ എന്തിന്റെ കൂപ്പണാ? രാമകുത്ത് സ്കൂളോ? പഠിക്കാം. ഞാൻ പഠിച്ച സ്കൂളാണല്ലോ. ചെറിയ കൂപ്പണല്ലോ. അൽബിനോ എത്ര ക്ലാസ്സിലാ? ഹനാൻസാന്ന് എഴുതണ്ട, അടിച്ചാൽ തരൂല. വേറെ നബിരാമൻ എന്തെങ്കിലും എഴുതിക്കോന്ന. ഓനൊക്കെ ഓൾറെഡി ഉണ്ട് കറി. സംഭവം എന്താ ഗിഫ്റ്റ്? കാസറോളോ? കാസറോള്. നബീൽ അഹമ്മദ് കൊച്ചി, ഇടക്കൊച്ചി, ഫോൺ നമ്പർ തന്നെ. എടാ എനിക്ക് വേണ്ട ഈ അവാർഡ്, പൈസ തരാം. അല്ലല്ല അടിച്ചാലും വേണ്ട പൈസ ഗൂഗിൾ പേ ഉണ്ടേ. ഗൂഗിൾ പേ ഉണ്ടാ? നമ്പറാണോ? നമ്പർ ഇതിൽ പറയാം. പിന്നെ നാളെ മുതൽ, ഇന്ന് മുതൽ കൂപ്പൺ 2 കൂപ്പൺ വിൽക്കേണ്ടി വരില്ല. നമ്പർ ഇതിൽ പറഞ്ഞാൽ പിന്നെ കൂപ്പൺ വിൽക്കേണ്ടില്ല. റോഷൻ പറഞ്ഞ വേണ്ടി. അപ്പം ഈ സാധനം എന്റെ പേരെന്താ? എന്റെ പേര് ആൽബിനോ. അൽബിനോ. ആൽബിനോ. ആൽബിനോ നല്ല പേരുള്ള. അൽബിനോ. അൽബിനോ തോമസാ? അൽബിനോ ഗോമസ്. ആൽബിനോ ഗോമസാ. പോയി ഫിഫ വേൾഡ് കപ്പിലെ പ്രാവശ്യം നമ്മള് പോണോ? കാനഡ പോണോ? കിട്ടുമോ? കിട്ടിയാ പോവും. രാജ്യങ്ങളാണ് നമുക്കില്ലേ അറിയോ? എനിക്ക് ക്രിസ്ത്യാനോന്റെ അടുത്തേക്കുള്ള ഹോൾഡ് ഇല്ല. പക്ഷേ മനസ്സിലായി. പക്ഷേ ആവതുണ്ട് എനിക്കൊരാളറിയാം. ആ ആള് വിചാരിച്ചാൽ ഗസ് ചെയ്യും. എനിക്ക് മെസ്സിന്റെ റൂമിൽ കയറി മെസ്സിന്റെ ഫോട്ടോ എടുക്കാം. റൂമിൽ കയറാം. ഒന്നാം സമ്മാനം സ്മാർട്ട് ഫോൺ, രണ്ടാം സമ്മാനം ഫാൻ, നേരെ തായ്ക്കണമെന്നു, ഗിഫ്റ്റ് വൗച്ചർ, കടായി സെറ്റോ, സെറാമിക് ഗ്ലാസ്, ക്ലോക്ക്, ഹാൻഡ് ബീറ്റർ. ഇത് ഉള്ളത് തന്നെ അല്ലേ? ജോമെട്രി ബോക്സ് ഒക്കെ ഇതിൽ കിട്ടണേ. ജോമെട്രി ബോക്സോ എന്താ? പഠനോപകരണ കിറ്റ്, LED ബൾബോ. നമ്മളെ നാടിന്റെ ആസ്തറ്റിക്കുള്ള ഗിഫ്റ്റുകളൊക്കെ നമ്മളെ നാട്ടിൽ അതൊക്കെ കിട്ടിയ ഹാപ്പിയാ അല്ലേ മാർക്കോ? യുദ്ധമൊക്കെ വേണം നിൽക്കട്ടെ. അപ്പൊ നമ്മക്ക് പറയാനുള്ള എന്താ വെച്ചാല് സംഭവം എന്ത് കാര്യം, അതായത് ഒരു മനുഷ്യൻ എന്തിനൊക്കെ പറ്റി കുറ്റം പറഞ്ഞാലും അവനവന്റെ വീട്ടുമുറ്റത്ത് എത്തണ വരെ എല്ലാ രസമാവും. അത്ര ചിന്തിച്ചാൽ മതി. സ്വന്തം വീട്ടുമുറ്റത്ത് സ്വന്തം വീട്ടുകാർ അതിൽ ഇൻവോൾവ് ആവണവരെ എല്ലാവർക്കും എല്ലാ രസമാവും. അപ്പോൾ ആനന്ദിക്കാതിരിക്കുക ഈ സന്ദർഭത്തിൽ, ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കുക, നിൽക്കാൻ പ്രാർത്ഥിക്കുക. അതേ നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലാതെ ഇപ്പം നമുക്ക് പോയി പിടിച്ചെടുത്താൻ കഴിയില്ല. പോയ മിസൈലും സാധനങ്ങളും പോയിട്ട് നമ്മൾ ഇവിടുന്ന് പോയിട്ട് നമുക്ക് തടുക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നേതാക്കന്മാർ തമ്മിലുള്ള കളിയാണ്. നമ്മളിത് കാണുക, മനസ്സിലാക്കുക, നിൽക്കാൻ പ്രാർത്ഥിക്കുക. പിന്നെ ഏത് രാജ്യക്കാരാണെങ്കിലും യുദ്ധം തുടങ്ങിയാൽ അവനാണ് രാജ്യത്തിന്റെ ഒപ്പം നിൽക്കുള്ളൂ. ഇപ്പൊ നമ്മള് പാകിസ്ഥാനോട് യുദ്ധം ഇന്നാളിപ്പോ അമേരിക്കക്കാരെന്തെങ്കിലും പറ്റി കഴിഞ്ഞാല് ബാക്കി എല്ലാവരും തുരത്തുന്നൊക്കെ പറയുന്നത്. ഓല് ഈ 4 ദിവസം കൊണ്ട് 30,000 കോടിയാണല്ലോ ഇതിന് ചെലവാക്കിയത് ഈ യുദ്ധത്തിന്. 4 ദിവസത്തെ ചെലവ് ഓല അവിടുത്തെ ഇത് കണക്ക് വന്നാണ് 30,000 കോടി 4 ദിവസം. അല്ല 700 സംതിങ് അത്ര കോടി ഡോളർ. അത് ഇന്ത്യ മണി നോക്കുമ്പോൾ 30,000 കോടി. ഇറാൻ പക്ഷെ പിന്മാറിയല്ലോ വേൾഡ് കപ്പ്. ഒരു കളിക്കില്ലാന്ന് പറയുന്നത്.
കൺഫേം ആണോ അവര് കളിക്കൂല പറഞ്ഞ്? ഞാൻ എന്തോ ഒരു ഇതിൽ കണ്ട് ഞാന് ഭീഷണിയല്ലേ എന്തോ ഒരു ഇതിൽ കണ്ടു. കോഹ്ലി US പോയി എങ്ങനെ കളിക്കുക? നമ്മളാണെങ്കിൽ പോയി കളിച്ചോ ഇല്ല. മെക്സിക്കോയിൽ മറ്റേ ചങ്ങായി മരിച്ചു. വേൾഡ് കപ്പ് അടക്കം 3 സ്ഥലത്താ: കാനഡ, USA, മെക്സിക്കോ. മെക്സിക്കോയിൽ എൽമെൻജോ മരിച്ചു. എൽമഞ്ജുനെ അറിയാം എനിക്ക്. അതായിരുന്നു ഇവനറിയാം മറ്റേ മഞ്ജു, മറ്റേ ഇവിടുത്തെ അടിയത്തെ തായപരീത്തെ. ആ ബാങ്കൊടുത്തോ? ബാങ്കൊടുത്തോ? കുഴപ്പമില്ല, ഇവിടെ വാ. തുണിയെടുത്ത ആൾക്കാരോട് മടക്കൊത്തയച്ചെടുക്കാൻ നമ്മക്കിട്ടാണല്ലോ മച്ചമ്പി. ഞാൻ മാത്രം കൊടുത്തുണ്ട് ഇപ്പോൾ. മച്ചങ്ങനാക്കിയിട്ട് ഇതിനൊരു ചെരിവുണ്ട്. ഇതിനൊരു ചെരിവുണ്ട്. ഉറക്കാം. ഈ കപ്പ് പൈനാപ്പിൾ വർക്കൗട്ട് പോയി, പക്ഷെ കുഴപ്പമില്ല. അവിടെ എപ്പോഴും തിരിച്ചു വന്ന് ഉറങ്ങണറിയാം. പെൽച്ച കഴിഞ്ഞിട്ട് പണിച്ചപ്പോൾ 4 ദിവസം പണിയോട് പണിയും. ഇറ്റ്സ് ഗുഡ് ഫോർ അസ് ഉണ്ട്. ആൽബിൻജോ എങ്ങനെ മരിച്ചേ? ആലിഞ്ചോടോ? ആലിഞ്ചോടല്ല, ആൽബിൻജോണല്ല, എൽമഞ്ജോ. ആദം ജോൺ എന്ന് പൃഥ്വിരാജിന്റെ. ഇതാണോ എൻ്റെ ഒരു സ്പൂൺ വരും മെച്ചിയെ? എന്താണ് ഡോക്ടർ? റോഡ്രിഗോ ആ ബ്രസീലിൻ്റെ ആ പരിക്കല്ലേ? ഞാൻ അത്ര ആക്റ്റീവ് അല്ലല്ലോ, അറിയുന്നുണ്ട് കാര്യം. എൽമഞ്ജോ ഉണ്ടാവില്ല കേട്ടോ മെക്സിക്കോയിൽ ഇപ്രാവശ്യം. മെക്സിക്കോ ബാംഗ്ലൂരെത്തി. പിന്നെ ഇത് വാങ്ങൊടുത്തു തുറന്നോളിട്ടോ, അതൊക്കെ മതി. മസാല കട്ടി എടുക്കട്ടോ. اللهم لك صمت وعلى رزقك أفطرت هذا ما هو أفضل ضرورة وأثبت الأجر إن شاء الله. ചെറുപ്പത് ഷെഡ് പഠിപ്പിച്ചുണ്ടാവും. വെള്ളം ഉണ്ടോ? വെള്ള അതാ ഉള്ള അല്ല, വെള്ളമല്ല, വൈറ്റ് സോസ്. തൈരോ?
എന്ത് എന്ത് ഹോമേഡാണോ? അസർ ഇപ്പം ഇപ്പൊ കുടുങ്ങിയാണ്. അവൻ ആദ്യം പോന്നാ മതി. ഇനി വരല് കുറച്ച് റിസ്ക് ആവും. ഷാനും കുറച്ച് ലോക്കായിക്കാം. ഒരാഴ്ചക്ക് എല്ലാവരും കുടുങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരാഴ്ചന്റെ സ്ഥിതിഗതികൾ അനുസരിച്ചിരിക്കും പറയാൻ പറ്റുള്ള. ഒരു ചർച്ചയ്ക്ക് തയ്യാറല്ല. അതായത് സമാധാന ചർച്ചകൾക്കൊന്നും ഒരു ഇല്ലാന്നല്ല പറഞ്ഞത്. ഒമാന്റെ മധ്യസ്ഥയിലാണ് ചർച്ച ചോദിച്ചത്. ഒരു പറ്റൂല ഈ UN ഒക്കെ ഇടപെട്ടുകൊണ്ട് ചർച്ച ചെയ്യേണ്ടി കുട്ടികളെ കുട്ടികൾ വെച്ചത് അതാണ് ഓർക്കും പറ്റിയതല്ലേ. അതാണ് മനസ്സിലുണ്ടാവും. നേതാവ് കൈവൽക്കുണ്ടാവും. ലോകവിവരം അധികം ഉണ്ടാക്കല്ലേ നോമ്പുറക്കും ഉണ്ടാകുന്നു. നോമ്പുറക്കും എന്തായാലും ഉണ്ടാക്കാല്ലോ. കട്ട്ലറ്റ് നല്ല രസമുണ്ട്. ഉമ്മ ഉണ്ടാക്കിയ എണ്ണയിൽ മുക്കിയതാ. ഒരു കട്ട്ലറ്റ് ഒന്നുമില്ല. നോൺ സ്റ്റിക്കില് എണ്ണ ഉള്ള സാധനം എണ്ണ ഉണ്ടല്ലോ ഉള്ളി വാട്ടിയ സാധനം ഉള്ളി പച്ചവെള്ളത്തിൽ വാട്ടിയ അല്ലാതെ അതിന്റെ ഒലിവ് വേണം. ഇവനെന്ത് പൊട്ടി ഉണ്ണിക്കുട്ടിനെ അറിയാം മേലക്കാലം മറ്റേ അറിയാലോ. പിന്നെ ചാത്തുട്ടി എന്നെ കൈതോലെ ബാബു. നമ്മൾ സെൽഫായിട്ട് ഉണ്ടാക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സെൽഫായിട്ട് ഉണ്ടാക്കിയൊരു ടേസ്റ്റ് അവന് വരിക. അപ്പൊ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്യാലോ. സ്കൂളിലും ഫ്രീ ആണ്. ഇപ്പൊ നബീൽ ഫുൾ ഫ്രീ ആണ്. പക്ഷെ ഇനി മുതൽ ബിസി ആവും വെറുതെ. കോർപ്പറേഷനിൽ അപേക്ഷ എടുത്തു. അപേക്ഷകളൊക്കെ പാസ്സായി. അങ്ങനെ അപ്പൊ ഇപ്പോഴേ ക്ഷണിക്കണ്ടോ നബീൽ? എവിടെ നമ്മുടെ ഷോപ്പ് തന്നെ? നമ്മളെ മറ്റേ റൂം തന്നെയല്ലേ ചേവരമ്പലം എയർപോർട്ടിന്റെ അവിടെ. ചോറുണ്ട് കഴിഞ്ഞ അത് പെറ്റ് ഗ്രൂമിങ്ങിന്റെ എന്റെ പണിയാണ് എല്ലാവർക്കും ചോറ് എത്തിച്ചാൽ ഞാൻ ഒരു സ്ഥലത്തേ വെച്ചു. ചോറല്ലേ? കോഴിക്കോട് ടൗണിൽ വെക്കാനാണ് വിചാരിച്ചത്. ടൗണിൽ 1 ലക്ഷത്തിന്റെ അടുത്ത് റെന്റ് വരുന്നുണ്ട് മാസം. നിങ്ങളെ സേഫ് വെച്ച് നോക്കിയാലല്ലോ പട്ടി കളിച്ച് മാറിയിട്ടേ വാക്സിൻ അവിടെ ഉണ്ടോ? എന്നോടിത് വേണ്ടായിരുന്നു. ഞാൻ കാര്യമായിട്ടൊക്കെ ചോദിച്ചിട്ടപ്പോളേ അല്ല മെഡിക്കൽ കോളേജ് കഴിഞ്ഞിട്ടാണ് കോഴിക്കോട്. ഒരു പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടി മെഡിക്കൽ കോളേജ് പറഞ്ഞു. ബിരിയാണി കഴിക്കിട്ടാ ചമ്മന്തി ബിരിയാണി ട്രഷറിന്റെ ഉള്ളിലാണ്. പണി തുടങ്ങിയിട്ട്
സമ്മന്തി പാസ് ചെയ്യുക, തൈര് പാസ് ചെയ്യുക. കണ്ടോ? എന്തിനാ ബിരിയാണിയാണ്. കാണാൻ ജിമ്മ് പോയത് ഞാൻ പണ്ട് വന്നപ്പോഴേ ടീച്ചറെ പഠിപ്പിച്ച നേരത്തെ അന്ന് നമ്മള് ജിമ്മിൽ വന്നില്ല കാലൊക്കെ വയ്യാണ്ടായി. അത് ഞാൻ കരുതി ജിമ്മിന്റെ മുതലാളിയാണ്. ജിമ്മിന്റെ മലയാളിയാണ്. അങ്ങനെ ബിരിയാണി എങ്ങനെ അത് ടൈം എടുക്കും. മസാല പെരുമാറ്റച്ചട്ടം വരാനായിരിക്കും. അതെന്താ നമ്മളെ സ്കൂളിലൊക്കെ വന്ന് ഇലക്ഷന്റെ ബൂത്തൊക്കെ നോക്കി. ഏപ്രിൽ 3-ാം വാരത്തിലുണ്ടാവും കേട്ടോ. ഇലക്ഷനോ? ഏപ്രിൽ 3-ാമത്തെ ആഴ്ച, അതായത് ഒരു 12-ാം തീയതി മുതൽ 18-ാം തീയതി വരെ ഡീൽ നമുക്ക് പ്രതീക്ഷിക്കാം. അത് എന്നെ പോയതാ നോക്കി. ഇന്ന് പെൽച്ചക്ക് നടത്താം. നടന്നോ? ഞാൻ ഒറ്റക്ക് ഞാൻ ഈ നൃത്തം സ്നേഹം തട്ടെ ചിക്കൻ നല്ല കട്ടിയില്ല. ആ മരപ്പട്ടി ബുദ്ധിമുട്ടാണ് പെൽച്ചക്ക് നടക്കണം. പെൽച്ചക്ക് ഇറക്കാൻ പാടില്ല. തൈര് സമ്മന്തി ഒക്കെ കിട്ടിയില്ല കുട്ടികളെ. അതുണ്ട്. ഒക്കെ ഉണ്ടായില്ല. അങ്ങനെ അല്ല വ്ളോഗ് ഓടിക്കൊണ്ടിരിക്കുക. നന്നാവനെ ഈ വാസലിലോട്ടോ മതി. എനിക്ക് തോന്നി എനിക്കൊരു സമ്മന്തി കഴിക്കോ. അണ്ണു നബിലണ്ണു തുള്ളി ഇട്ടാ മതി. ഞാൻ ഇപ്പൊ ചെയ്യാ നബിയിൽ വീഡിയോ തുടങ്ങിയ ആദ്യത്തെ ഒരാഴ്ച മാർക്കോ അവിടെ ഉണ്ടാവുക ടെസ്റ്റ് ചെയ്യാൻ. എല്ലാവർക്കും എല്ലാം മാർക്കോനെ മെത്തി ചെയ്താണ് കാണിച്ചു കൊടുക്കണേ. എല്ലാവർക്കും പാടെ കാട്ടി കൊടുക്കണോ? മാർക്കോനെ ഒറ്റയ്ക്ക് കാട്ടി കൊടുത്താടെ ടോബിനെ കൊണ്ടേക്കോ, എന്തിനും പറ്റും. ബെല്ലാരി അതാണ് അതിനെങ്കിലും വേണം. ഞങ്ങളുടെ പരിചരണം ഇല്ലെങ്കിൽ ഇങ്ങനെ എത്തുന്നതാണ് ഗ്രൂപ്പിനെ കാണിച്ചു കൊടുക്കാൻ. അപ്പോഴെങ്കിൽ കത്ത് ഫിർമിക്കോ ഇല്ലെങ്കിൽ നിങ്ങളുടെ പട്ടി ഇങ്ങനെ ആയിരിക്കും. എന്റെ ബ്രൂസിനെ കാണിച്ചു കൊടുക്കാനാ. ഇപ്പാന്റെ പരിഗണന ഇല്ലെങ്കിൽ ഇങ്ങനെ ആവുന്ന ബ്രൂസിനെ മനസ്സിലാക്കാന് അവിടെ കൊണ്ടുവച്ചാലേ അങ്ങനെ ഞങ്ങൾ എനിക്ക് ആഡ് ചെയ്യാനാണ്. അതായത് ബ്രൂസിന്റെ ഇപ്പത്തെ കോലം വെച്ചിട്ട് ഞങ്ങളില്ലെങ്കിൽ ഇങ്ങനെയാവും. ആ ബ്രൂസ് വയസ്സായിട്ട് അതല്ലേ, വയ്യാതല്ലേ. ഇതിലുണ്ട് മസാലയിലുണ്ട്. തീമട്ടോ. എന്നാ പിന്നെന്താ അറിയോ, വേവാത്ത പ്രശ്നം ഉണ്ടാവില്ല. എൻ്റെ അവാർഡ് ഇങ്ങനെയൊക്കെ ഉണ്ടാവിടെ വരും. തട്ടുണ്ടോന്നാണ് പെരും വില എങ്ങനെ ചട്ടി കിട്ടും. സ്വർണ്ണ അതിന് പൂച്ചിട്ടുണ്ടാവുള്ളൂ. സ്വർണം കുപ്പിയിലാക്കും 100 ml. എന്നിട്ട് അതിനെ കൊണ്ട് 25,000 ട്രോഫി മേടിക്കും. അതായത് ഒരു 10 വെച്ചിട്ട് എല്ലാത്തിനും പാടെ അസറൂന് വരാൻ ഞാനൊരു വയ്യ കസാഖിസ്ഥാൻ കയറാൻ എന്നിട്ട് നേരെ ഇന്ത്യക്ക് കയറാം. അപ്പോൾ അവന് വരാനൊക്കെ പറ്റും.
അപ്പൊ പ്രശ്നമില്ല. ചെലവ് അല്ല കസാഖിസ്ഥാനിന് ഇവിടെ കിട്ടും, മുംബൈക്കും ഹൈദരാബാദിക്കും ട്രെയിനോ ഫ്ലൈറ്റ് റൂട്ട് അങ്ങനെ വെച്ചാൽ എനിക്ക് അറിയുന്നില്ല. പക്ഷേ ഞാൻ വേൾഡ് മാപ്പ് എടുത്ത് നോക്കി. അപ്പൊ കസാഖിസ്ഥാനിക്ക് പോയിട്ട് അവിടുന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ ടച്ച് ചെയ്യാതെ പോരാൻ പറ്റുന്നു. അതാ പറഞ്ഞത്. പക്ഷേ ആയിക്കോട്ടെ, എന്തായാലും റൂട്ട് ഇല്ലാക്കൂലല്ലോ സാധാരണ. അത് ശരിയാണ്. പൈലറ്റുമാർ ചോദിച്ചോണ്ടേ, പൈലറ്റിന് വേണമെങ്കിൽ റൂട്ട് മാറ്റി വിടാലല്ലേ ഒറ്റ ബുദ്ധിയാണെങ്കിൽ. ഈ ഫ്ലൈറ്റ് റാഞ്ച് അതിൽ കയറുന്നവരും ഒറ്റ ബുദ്ധിയാണ്. പിന്നെ ഫ്ലൈറ്റ് തോന്നുമായി പോയാലേ ഒരു രാജ്യത്തിന് ഉൾപ്പെടല് പോകണം. പണ്ട് ഇതേമാതിരിയാണ് അമേരിക്കനെ ഫ്ലൈറ്റ് എയർപോർട്ട് മാറി ഇറങ്ങി. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചത് അല്ലേ ബില്ലാദന്. ഒന്നും ആരും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഏറ്റവും നല്ല കുത്താൻ അതൊക്കെ ഒരു വൻ അടിയാണ്. എത്ര ടൈം ഗ്യാപ്പിലല്ലേ നോക്കാനും കൂടി കിട്ടി. ഈ മിസൈലിന്റെ സെറ്റിംഗ്സ് ഒക്കെ എങ്ങനെയാ കറക്റ്റ് എങ്ങനെയാ സൂട്ടാക്കി വിടുക? പടച്ചോന്നറിയാം. ഏതൊരു പൈലറ്റ് കാണിക്കണല്ലോ ഫോഗിലൂടെ. ആ എന്നിട്ട് അയാളെ കുറിച്ചോണ്ടോണ കണ്ടില്ലേ? അയാൾ മാപ്പ് എന്തൊക്കെയാ കാട്ടണ. മാപ്പൊന്നും വേണ്ട. പാരച്ചൂട്ടിൽ ഇറങ്ങിയതാ. പണിക്കാരാണ്. ആര് എവിടെ വന്നോണേ? സൗദിയിലൊന്നും ചെയ്യുന്നില്ല. സൗദി അമേരിക്ക ഒരു ലിങ്കാണ്. സൗദി മാത്രല്ല ദുബായ് എല്ലാം ലിങ്ക് എന്താ ഓലൊക്കെ ബന്ധമുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ ഖുറാനിൽ നിന്നൊരു 3 ഗിഫ്റ്റ് അല്ലെങ്കിൽ 2 ഗിഫ്റ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം രസമല്ലേ? അപ്പം ഞാനെടുക്കണ്ടേ, എനിക്കത്ര സെലക്ഷനൊന്നുമില്ല ഇത്. അപ്പോൾ ഇതൊരു ഡ്രസ്സ് കേട്ടോ. ഇത് ഹാൻഡ് വർക്കല്ലേ? ഇത് ഹാൻഡ് വർക്കാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സ് ഉണ്ട്. നല്ല വേദന കേട്ടോ. അപ്പം ഇത് ഖുറാനിത്തെ ഡ്രസ്സാട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു അയ്യേ വന്നിപ്പാ ഇതിൻ്റെ ഷോൾ കേട്ടോ. ഇതും എടാ ഹാൻഡ് വർക്ക് ചെയ്താണ് ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്താ നീലയാണ്. പിന്നെ വേറൊന്നുണ്ട് കേട്ടോ. എനിക്ക് ഇഞ്ഞോട് പറയട്ടോ, നീ ഇജ്ജ് കൊണ്ടുവന്നാ മതി. തീരെ മെലിഞ്ഞാക്കുള്ളതാ. ഇതും ഖുറാനീത്തെ കേട്ടോ. പക്ഷേ ഇതൊന്നും അടക്കിക്ക. ഇത് മെലിഞ്ഞ ആൾക്കുള്ളതാണല്ലോ. അപ്പൊ ആൾക്കാർ ഗസ് ചെയ്യാ ആർക്കാണ് ഉള്ള എല്ലാവരും ഗസ് ചെയ്യാ, കമന്റ് ചെയ്യാ. പിന്നെ ഇതാ ഇത് രസല്ലേ? ഇതും ഖുറാനീത്തെ കേട്ടോ. അതാ രസമുണ്ടോ? ഒന്നിനൊന്ന് കൈമരൊക്കെ വർക്കലോ അടിപൊളി. രസല്ലേ? എങ്ങനെയുണ്ട്? ഷാൾ എങ്ങനെയുണ്ട്? നല്ല വേദന ഉണ്ടോ? വെക്കല്ലേ പ്ലീസ് പ്ലീസ്. ഇല്ല പിന്നെ ഉമ്രക്ക് വൈകാണ്ട് ചെയ്ത്താന്റെ സ്വഭാവം എടുക്കല്ലോ. അതെ, അത് ഇജ്ജ് വെക്കുമ്പോൾ എനിക്ക് വേദന ഉണ്ടാവില്ല. ഇജ്ജ് എന്റെ പുറംകാലി കടിച്ചിട്ട് ഞാൻ ഇവിടുന്ന് വെച്ചുതരാം. ഈ ഷോള് സൂപ്പർ ഷാളാ. എനിക്ക് 3 നല്ല ഇഷ്ടപ്പെട്ടു. ഇതിങ്ങനെ ഒരു സ്റ്റൈല്. അപ്പൊ 3 ഖുറാനീത്തി കേട്ടോ. അപ്പൊ ഞാൻ പറയട്ടെ, പെരുന്നാളിന് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എറണാകുളത്തുള്ള ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും കൊച്ചിയിലൊക്കെ ഉള്ളതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോപ്പുണ്ട്. വൈത്തിര ബൈപ്പാസിന്റെ അടുത്ത് ഗോൾഡ് ഷോപ്പിന്റെ തൊട്ടടുത്ത ഷോപ്പുണ്ട്. സോ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യാം. അപ്പം ജസ്റ്റ് ഡെമോക്ക് 3 ഡ്രസ്സ് കാണിച്ചു കേട്ടോ. അപ്പൊ ഇത് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ്. അതിനുള്ള റേറ്റ്, അതിനുള്ള സാധനം ഉണ്ട്. ബാക്കിയുള്ള ഷോപ്പൊക്കെ വെച്ച് നോക്കുമ്പോൾ റേറ്റ് കുറവാകും. അതെ അതെ. നല്ല 3
മൂന്ന് ടൈപ്പ് ഡ്രസ്സാ. നല്ല ചൊറുക്കുണ്ട് കാണാം. ഇത് മനുഷ്യല്ലേ ഇത് കേട്ടോ. നിങ്ങളെപ്പോഴേലും പോകുന്നുണ്ടെങ്കിൽ കൊച്ചി കൂടെ പാസ് ചെയ്യുന്നത് ഓൺലൈൻ ഉണ്ട്. ആ ഇതിലുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കട്ടോ. ഇൻസ്റ്റാഗ്രാം പേജ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ സൈറ്റായിട്ട് തുടങ്ങിയിട്ടില്ല. അതാ പേജ് കാണണമെങ്കിൽ ഇത് സ്കാൻ ചെയ്താൽ മതി. അത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് സ്കാൻ ചെയ്താൽ പേജ് കയറാൻ പറ്റും കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് അവാർഡ് അതിലും പോയി, ആഴ്ചമാത്ത അപ്പുറത്ത് കൂടിയും പോയി. എനിക്ക് കൊണ്ടുതന്നെ അപ്പോൾ അത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വർക്കാണ്. ഖുറാനീത്തെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ആണ്. സൂപ്പർ ഡ്രസ്സാട്ടത്. ബ്ലൂ ആണ്. ഇത് പാർട്ടി വിയറാ അല്ലേ? എനിക്ക് അത്ര ഡീറ്റെയിൽ രസല്ലേ? അപ്പം എന്തായാലും സുഹൃത്തുക്കളെ എടങ്ങോട്ട് വന്നാണി അതാ പറഞ്ഞത് എന്നോട്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ മസ്റ്റായിട്ടും വ്ളോഗ് എല്ലാവരും കാണാം. വ്ളോഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക. ഞാൻ എന്തായാലും ഇനി ഇവിടെ ഒരു 6 ദിവസം അല്ല 6 ദിവസം ഇനി കണ്ടിന്യൂസ് വീട്ടിലുണ്ടാവും. കഴിച്ചോളാം. വേറെ ആൾ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്? തുണിയിട്ടിട്ട് തന്നെ എനിക്ക് അത്ര കിട്ടി. ഇതിന്റെ പച്ചക്കാലുമ്പ വെക്കണതേ നല്ല വേദന ഉണ്ടോ? നല്ല ചുമക്കുണ്ട്. ഒരു സംസുകാക്ക അയ്യോ യുദ്ധം. സംസുകാക്ക ഫോണൊക്കെ ചെയ്ത് ഇങ്ങനെ ഇറാന്റെ ആയുധധാരികൾ ഇവിടെ എത്തിയോ? കൊള്ളുണ്ടോ? നല്ല വേദനല്ലേ? ജെല്ലിയാണ്. ജില്ലയാണെങ്കിലേ ഈ സംഭവം വെച്ചിട്ട് എത്ര കിട്ടിയാലോ? അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ ആ വേദന കൊള്ളായിട്ടാണ്. കൊണ്ട മൊട്ടത്തലമൊക്കെ നോക്കി ശംസാക്കാന്റെ മേത്തേക്കൊക്കെ ശംസാക്കാൻ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ശംസാക്ക മൂട് കാണിച്ചു തന്നാണി. അവിടെ കൂട്ടി വിട്ടിട്ട് വേദനല്ലേ? ആ പറഞ്ഞ നല്ല വരുത്തണ്ടേ ശംസക്കേ. മറ്റേ തൊടിമ്പലാണ് ഇന്റെ ഇവിടെ സംസാക്കനെ വെക്കാൻ പറഞ്ഞ എന്നോട്. ഒന്ന് വെച്ചാറാണ്ട് ഇങ്ങനെ മൂടി കാട്ടി തന്നാ തോക്കുവല്ലോ. വെക്കല്ലേ 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 പ്ലീസ്. നല്ല വേദന ഉണ്ട്. വെക്കല്ലേ വെക്കല്ലേ പ്ലീസ്. നല്ല വേദന ഉണ്ട്. വെക്കല്ലേ വെക്കല്ലേ പ്ലീസ്. അത് കൊണ്ടാ 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 വാസിൽ വാസിൽ വിട്ട് വിട്ട് വിട്ട്
എത്തും കാർ ആ നല്ല എത്തണം അങ്ങോട്ട്. ഒരു ലക്ഷോട്ട് കൊടുക്കണം കേട്ടോ. കഴിഞ്ഞ് എന്നാ തരം നടക്ക്. ഇല്ലല്ല കഴിഞ്ഞു. അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവരും കണ്ടിട്ടുണ്ടോ? അപ്പോൾ കളക്ഷൻസ് ഇഷ്ടമായിക്കണേ മസ്റ്റായിട്ടും സപ്പോർട്ട് ചെയ്യുക, മസ്റ്റായിട്ടും സ്റ്റോർ വിസിറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജും വിസിറ്റ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. പിന്നെ ഖുറാനിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഇപ്പോൾ തന്നെ പറ്റുകയാണെങ്കിൽ ഫോളോ ചെയ്ത് വെച്ചോളി. ഒരു സൂപ്പർ ഗിവ് അവേ വരുന്നുണ്ട്. 3 ഐഫോൺ അല്ലെങ്കിൽ 3 ലക്ഷം രൂപേനെ സമ്മാനമായിട്ട് കൊടുക്കാൻ പോകുന്നു കേട്ടോ. അയ്യേ ഉണ്ടാർച്ചോ കഴിഞ്ഞിക്കണല്ലോ. നല്ലതുണ്ട് കൊണ്ടാന്നോ. അഫീഫിനെ ട്യൂഷൻ പഠിപ്പിച്ചാൽ വന്നാട്ടോ. റോഷനും അഫീഫും അതായത് റോഷനെ കണ്ട് വിളിച്ചെന്തിനാ അറിയോ? അഫീഫിനെ 2 വാക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ റോഷൻ മറിക്ക് ഇനി അതേപോലെ ആയിട്ടോ അഫീഫിന്റെ ഗെയിമളി കമ്പ്യൂട്ടറിലുള്ള ഗെയിമളി നിർത്താൻ വേണ്ടിട്ട് റോഷനെ കൊണ്ടത് ഇപ്പൊ ലൈവായിട്ട് കളിക്കണേ. ആ അഫീഫിന് ഒരാളെ കിട്ടിട്ടോ. അപ്പൊ എന്തായാലും ഗൈസ് വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. അപ്പോൾ മസ്റ്റായിട്ടും ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ്. എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ഇത് ആർക്കൊക്കെ ആവുന്നുള്ള എല്ലാവരും കമന്റ് ചെയ്യുക പ്ലീസ്. ഗസ് ആൻഡ് കമന്റ്. അപ്പോൾ എന്തായാലും അടുത്ത വ്ളോഗിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ് ഗൈസ്. ലവ് യു ഓൾ. ബൈ ബൈ. സംസോക്കെ ഇന്നൊന്ന് വെച്ചോണ്ടാ വേദന അറിയാനാണ്. കുറച്ച് നല്ല പാടുണ്ടേ. ചോദിച്ചതാ രസം. ഓൾറെഡി നമ്മള് വെക്കും. അപ്പൊ സാങ്ഷൻ തന്നു ഒന്ന് വെച്ചാണ്. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് വാച്ചിങ്. ലവ് യു ഓൾ. ബൈ ബൈ.